أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ഖാമിസനാണ് വേണ്ടത്. നീല പേജ് ഒത്തോളുന്നില്ല. ഖാമിസൻ എന്താ നമ്മളെ സബ്ജക്റ്റ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ നിലക്കും നല്ല വൃത്തിയെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് പറഞ്ഞത്. ശരീരത്തിലായാലും വസ്ത്രത്തിലായാലും ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലായാലും പരിസരങ്ങളിലും മാലിന്യങ്ങൾ ഉണ്ടാകുന്നത് തങ്ങൾക്ക് ഇഷ്ടമല്ല. അതാണ് ഖാമിസൻ ഹസ്സുഹു അലാ തൻളീഫിൽ ബുയൂതി വൽ അഫ്നിയ. വീടുകളും മുറ്റങ്ങളും നല്ല വൃത്തിയാക്കണം എന്ന് തങ്ങൾ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. കമാ തഖദ്ദമ ഫിൽ ഹദീസ്, അത് ഹദീസിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഫനളിഫു അഫ്നിയതകും വലാ തശബ്ബഹു ബിൽ യഹൂദ്. അഫ്നിയത്ത് ഫിനാ എന്ന് പറഞ്ഞാൽ മുറ്റം. നിങ്ങളുടെ മുറ്റങ്ങൾ എന്താക്കണം? നല്ല നളീഫാക്കണം. യഹൂദികളോട് സാദൃശ്യമാകാൻ പാടില്ല. നമ്മൾ പരിസര മലിനീകരണം കമ്പസാർ പോലെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. സാദിസൻ ആറാമത്തേത് ഹസ്സുഹു അലാ തൻളീഫിൽ ജവാമിഇ. ജാമിഅ എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം, ജമാ. അപ്പോൾ പള്ളികൾ, സമ്മേളന സ്ഥലങ്ങൾ ഇതൊക്കെ വൃത്തിയായിരിക്കണം. മാത്രമല്ല വഅന്നദാലിക മിനൽ ഖുർബാത്തി, അത് ഇബാദത്തിൽപ്പെട്ടതാണ്. വെറും ഒരു വൃത്തി എന്നുള്ള നിലക്കല്ല നമ്മൾ കാണുന്നത്. ചെയ്താൽ കൂലി കിട്ടുന്ന ഇബാദത്തിൽപ്പെട്ടതാണ്. വക്കിബാരുൽ ഹസനാത്ത്, ഹസനാത്തിൻ്റെ കൂട്ടത്തിൽ വലിയ ഹസനാത്തുമാണെന്ന് പറഞ്ഞു. അല്ലാതെ ശർഈയായ കൽപ്പന അതിലുണ്ടെന്നായി. ആരോഗ്യപരമായതിന് പുറമെ ചിലതുണ്ടാവില്ല. ആരോഗ്യപരമായിട്ടുണ്ടാവും, ശർഈയായിട്ട്. ഇപ്പം ഭക്ഷണം കുറക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യപരമായിട്ടും പറയാം, മറ്റേ ശർഈയായിട്ടും പറയാം. റവാ അബൂ ദാവൂദ വത്തിർമിദി അൻ അനസ് റളിയല്ലാഹു അൻഹു അന്നൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, തങ്ങൾ പറഞ്ഞു, ഉർലത അലയ്യ വുജൂറു ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത് ചെയ്യുന്ന ഗുണകരമായ കാര്യങ്ങളും അതിന് കിട്ടുന്ന കൂലിയും എല്ലാം എനിക്ക് കാണിക്കപ്പെട്ടു. ഹത്തൽ ഖദാത്ത്, എത്ര വരെ? ഒരു ചെറിയൊരു ഈച്ച, ഒരു കച്ചറ. യുഖ്രിജുഹു റജുലു മിനൽ മസ്ജിദ്, പള്ളിയിൽ നിന്ന് അതെടുത്ത് ചാടുന്നു. ഇത് വലിയ കാര്യമാവില്ല. പക്ഷേ റിക്കാർഡിക്കൽ വന്നിട്ട് എന്താക്കും? ഇന്നാൾ ഇത് മാലിന്യം നീക്കിയിട്ടുണ്ട് എന്ന് തങ്ങൾ കേൾക്കൊണ്ട് അവതരിപ്പിക്കും. വഉലിലത അലയ്യ ദുനൂബു ഉമ്മത്തി, അതിൽ ഉമ്മത്ത് ചെയ്യുന്ന ദുനൂബുകളും ദോഷങ്ങളും കാണിക്കപ്പെട്ടു. നേരത്തെ ഉജൂർ. ഫലം അറ ദമ്പൻ, ഒരു ദോഷവും ഞാൻ കണ്ടില്ല. ആലമ, അതിൽ വലുതായിട്ട്. എന്താ? മിൻ സൂറത്ത് മിനൽ ഖുർആൻ ഔ ആയത്തിൻ ഊതിയഹ റജുലുൻ സുമ്മ നസിയഹ. ഖുർആനിൽപ്പെട്ട ഒരു സൂറത്താവട്ടെ അല്ലെങ്കിൽ ഒരു ആയത്താവട്ടെ ഒരു വ്യക്തിക്ക് നൽകപ്പെട്ടു, എന്നിട്ടോ പിന്നെ അത് മറന്നു, പിന്നെ വായിക്കാനും കിട്ടുന്നില്ല, ഓർമ്മിച്ചിട്ടും കിട്ടുന്നില്ല. അന്ന് അതിനാക്കാണ് വലിയൊരു ദമ്പ് ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ പറയല്ലേ, മനപ്പാടാക്കാൻ വലിയ ആവേശവും ഇതെല്ലാം ഉണ്ടാവും, സുന്നത്താന്നു. പക്ഷെ മറക്കൽ കബീറത്താന്ന് പറഞ്ഞു. വഫീ സഹീഹി മുസ്ലിമിൻ വഗൈരിഹി അൻ അബീ ദർദിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അന്നൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഉർലത അലയ്യ ഉമ്മത്തി ബി അമാലിഹ, എൻ്റെ ഉമ്മത്തിന് എൻ്റെ പേര് കാണിക്കപ്പെട്ട് അമാൽ ഉൾപ്പെടെ ഓരോരുത്തരും ചെയ്യുന്നത്. ഹസനിഹ വസയ്യിഹ, അതിൽപ്പെട്ട നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. ഫറഅയ്തു മിൻ മഹാസിനി അമാലിഹ, ഉമ്മത്തിൻ്റെ അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മെച്ചപ്പെട്ടത് കണ്ടു. ഇമാതത്തുൽ അദാനി തരീഖ്, വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ ദൂരീകരിക്കുക എന്നത് വലിയൊരു പുണ്യകർമ്മമായിട്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു.
അതാണ് നമ്മുടെ ബാബിൻ്റെ വിഷയം. വറഅയ്തു മിൻ സയ്യിഇ അഅമാലിഹ, മോശമായ അമൽ കണ്ടതേതാ? അന്നുഖാമ, തുപ്പല്, ഫിൽ മസ്ജിദ്, പള്ളിയിൽ, തുതുഫൻ, അതങ്ങനെ തന്നെ വായലേക്ക് കുഴിച്ചും മൂടാതെ കണ്ട് ബാക്കി അങ്ങനെ വായലേക്ക് വെളിവായിട്ട് കിടക്കുന്നു. സലാം വൃത്തിച്ചല്ലെങ്കിലേ മടക്കേണ്ടുള്ളൂ. ഷാ എന്ന് പറഞ്ഞുകൊണ്ടെന്നാ ഷാനായവനതെന്ന് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അക്കാലത്ത് ടൈൽസും ഇതൊന്നും ഉണ്ടാവില്ല, മണലാന്നുണ്ടാവില്ലേ. ഇപ്പോൾ സുഡാൻ്റെ ഭാഗത്ത് വെറും മണലാന്നല്ല പള്ളിയിൽ. ശുദ്ധമായ മണൽ കോരിട്ട് ഇങ്ങനെ ബമ്പ് കെട്ടിയിട്ട് അവിടെ ടൈൽസും ഇല്ല, അതുമില്ല, ഇതുമില്ല, മഴയെന്നെങ്കിലും തിരിച്ചോളാം. കയ്യിൽ മുണ്ടുണ്ടെങ്കിൽ പിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ മണലിൽ തന്നെ നിസ്കാരം. അത്രയും പാവങ്ങളാണ് അവിടെ ഉള്ളത്. പക്ഷെ എല്ലാം ചെറിയ 10 വയസ്സുള്ള പിള്ളേരോട് ചോദിച്ചാൽ ഹാപ്പിയാണ്. എത്ര ഹദീസ് പാടുണ്ടെന്ന് വെച്ചാൽ പറഞ്ഞിരും. എൽമിൽ ഉഷാറ്, പക്ഷേ വയറ്റിലൊന്നുമില്ല. പട്ടിണി എന്ന് പറഞ്ഞാൽ പെരുന്നാക്കൻ്റെ കയറി തുടങ്ങി പയങ്ങളാണ്. ഇങ്ങനെ ഇടന്ന് ചാടുന്നെല്ലാം കയറ്റി അയച്ച ഓർക്ക് എന്തൊരു കൊസിയടിക്കുമെന്ന് അറിയാം. അപ്പം അതവിടെ തുപ്പിതങ്ങനെ ബാക്കി കിടക്കുന്നു. അത് ദഫന എന്ന് പറഞ്ഞാൽ അന്ന് കുഴിച്ച മുടി അത് തുടക്കുകയോ കഴുകുകയോ എന്തോ ചെയ്ത് ചുരുക്കത്തിൽ അത് ബാക്കി നിൽക്കുന്നത്. അത് ഉമ്മത്തിന് അമാലിൻ്റെ മോശമായ പ്രവർത്തനങ്ങളിലായിട്ട് കാണിക്കുമ്പോൾ തങ്ങൾക്ക് വല്ലാത്ത ദുഃഖമല്ലേ ചെയ്യും. അപ്പം അത് മൂപ്പർ അതിൽ നിന്ന് എടുക്കുന്നു. ഹദീസാണ് വെച്ച് ഫതന്നീഫുൽ മസ്ജിദി, പള്ളിയെ വൃത്തിയാക്കല്, എത്ര ഹത്താമിനൽ കഥാത്തി. കഥാത്ത് എന്ന് പറഞ്ഞാൽ അതാ എന്ന് പറഞ്ഞത് കുറച്ച് വലുതായിരിക്കും. കഥാത്ത് എന്ന് നോക്കിയാൽ കാണാത്ത ചെറിയ ഉറുമ്പിൻ്റെ അതുപോലെ ഈച്ചൻ്റെ എല്ലാം കഥകളുണ്ടാവുമല്ലോ. അത് മുക്കരിക്ക വരത്തുന്നുണ്ട്, കാത്തുനിന്ന് പോകില്ല. കാക്കെന്ന് പറഞ്ഞാൽ മുക്കരിക്കാരെ പണിയാന്ന്. പക്ഷെ പുറത്ത് കിഫായതിൻ്റെ പേരിൽ കണ്ടാൽ ആരും വൃത്തിയായിക്കൊള്ളുന്നത്. വഹിയ അസറുമിനല്ലത, അതനാക്കാണ് ചെറുതാണെങ്കിൽ കഥാത്ത് എന്ന് പറയുന്നത്. അതുപോലും ഒഴിവാക്കിക്കൊണ്ട് വൃത്തിയാക്കല് ഫീഹി അജ്റുൻ കബീർ, അതിൽ വമ്പിച്ച കൂലിയുണ്ട്. ഹദീസിൻ്റെ അൽഹസില മൂപ്പർ പറഞ്ഞത് വതർക്കുൻ നുഖാമത്തി വൽ ഔസാഖി ഫിൽ മസ്ജിദി, പള്ളിയിൽ കച്ചറകളും നുഖാമത്തും തുപ്പിയതൊക്കെ ബാക്കിയാക്കല് ഫീഹി വിസ്റുൻ കബീർ, അതിൽ വമ്പിച്ച തെറ്റുമുണ്ട്. അതല്ല ഞങ്ങൾ പറഞ്ഞത് വറഅയ്തു ഫീ സയ്യിഇ അഅമാലിഹ നുഖാമത്തു ഫിൽ മസ്ജിദി ലം തുദ്ഫൻ, ദൂരീകരിക്കപ്പെടാത്ത രീതിയിൽ. അപ്പം ദഫനം ദൂരീകരിക്കാനുള്ള ഒരു മാർഗം അത് ചിലത് ടൈലിസും മറ്റെല്ലാം ഹാർഡായ ഭൂമിയാൽ പിന്നെ മറമാടാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ തുടച്ചെടുക്കാനല്ലേ കഴിയുള്ളൂ. അതുകൊണ്ട് വൈദാകാനൽ മുഅ്മിനു മഅ്മൂറൻ അൻ യുസീല നഖാമത മിനൽ മസ്ജിദ്, പള്ളിയിൽ നിന്ന് ഈ തുപ്പല് മുതലായവ നീക്കൽ മൂമിൻ കൽപ്പിക്കപ്പെട്ടവനായി. എന്നാൽ വലാ യജൂസു ലഹു അൻ യത്റുകഹ ഇദാ റഅഹ, അത് കണ്ടിട്ട് അങ്ങനെ തന്നെ വിട്ടയക്കലും പറ്റൂല, ജായിസല്ല. അത് എൻ്റെ ഡ്യൂട്ടി എല്ലാം എന്ന് പറയും, എനിക്ക് ചൊല്ലിക്കൊടുക്കല പണിയെന്ന് പറയും. എന്താ ചൊല്ലിക്കൊടുക്കുക? ഇതൊക്കെയാണ് ചൊല്ലിക്കൊടുക്കേണ്ടത്. ഫകൈഫ യജൂസു, അപ്പോൾ ഉള്ളത് വൃത്തിയാക്കാതെ വെക്കൽ തന്നെ പറ്റാത്താക്ക് പിന്നെ എങ്ങനെയാ തുപ്പലെന്ന്? ആരോ തുപ്പിത് അവിടെ ബാക്കിയാണെന്ന് തന്നെ ഇഷ്ടമില്ലെങ്കിൽ ഇവനെങ്ങനെ തുപ്പും? അതാണ് ഫകൈഫ യജൂസു ലഹു അൻ യതനഖമ ഫീഹി, പള്ളിയിൽ മൂക്കിന്തലും കാറിക്കലും തുപ്പലും എങ്ങനെ ജായിസാകുന്നത്? ആ യുവസ്സിഖുൽ മസ്ജിദ, അല്ലെങ്കിൽ പള്ളിയെ മലിനീകരണമാക്കൽ എങ്ങനെയാണ് പറ്റല്? ഫഇന്ന ദാലിക അലമുദമ്മൻ, അത് വൻകുറ്റങ്ങളിൽപ്പെട്ടതാകുന്നു. അതുകൊണ്ട് ഫഅലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാണ് അയ്യതനല്ലഫു, അവർ സ്വയം എന്താക്കണം? വൃത്തിയുള്ളവരാവണം. വയുനല്ലിഫു മസാജിദഹും, അവരെ പള്ളികൾ വൃത്തിയാക്കി വേണം. അതിന് ഹദറം മിനൽ വിസ്ർ, കുറ്റത്തിൽ അകപ്പെട്ടു പോകലിനെ തൊട്ട് കാക്കാനും വതമഅൻ ഫിൽ അജ്ർ, കൂലി കരസ്ഥമാക്കാനും. ഇനി പള്ളിയിൽ നല്ല ബുഖൂർ ഇന്ന് കത്തിച്ചിട്ടില്ല, കഴിഞ്ഞു പോയാ. വകമാ അന്നഹു ഹസ അലാ തബ്ഖീരിൽ മസാജിദ്, പള്ളി ബുഖൂർ പുകയ്ക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. വതൻലീഫിഹ, പള്ളികൾ വൃത്തിയാക്കാനും വസിയാനത്തിഹ, അതിന് സംരക്ഷണം കൊടുക്കാനും. നായും മറ്റൊക്കെ കയറുന്ന വാതിലടക്കണ്ടെല്ലാം വരും.
فعن عائشة رضي الله عنها قالت أمرنا رسول الله صلى الله عليه وسلم നമ്മളോട് കൽപ്പിച്ച് ബിബിനാഇൽ മസാജിദ് ഫി ദൂർ. ഇപ്പോൾ അടുക്കിടക്ക് വീടൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിലൊരു പള്ളി അറിഞ്ഞതോ ദൂരത്ത് നടന്നു പോക്ക് വിഷമില്ലാക്ക് അവിടുന്ന് പള്ളിൻ്റെ കൂലി കിട്ടുമല്ലോ. അത് സറാബിയ അത് വലുതോ ചെറുതോ അത് ആവശ്യമനുസരിച്ച് വലുതാക്കാം ചെറുതാക്കാം. മലപട്ടണം ഇഷ്ടംപോലുണ്ട്. അതെല്ലാം കുറച്ച് വലിയ വലിയ പള്ളികൾ. അതായത് ദൂരം എന്ന് പറഞ്ഞാൽ വീടുകൾ, കുറേ വീടുകൾ കൂടുന്ന അവസരത്തിൽ ഒരു ചെറിയ പള്ളി. ഗൾഫിലെല്ലാം ഇഷ്ടംപോലെ മുക്കിലും മൂലയും പള്ളികളാണ്. വാൻ തുനല്ലഫ അത് വൃത്തിയാക്കാനും കൽപ്പിച്ചു. ആരും നോക്കാനാളില്ലാണ്ട് അങ്ങനെ മണ്ണും പൊടിയും പിടിച്ച് കിടക്കില്ലേ. അത് ഓരോരുത്തരും മറ്റവൻ്റെ കടമയാണ്, മറ്റവൻ്റെ കടമ. അപ്പം കുറച്ച് കടമ ആയിരിക്കും ഇല്ലാണ്ടായി. തയ്യബ അതിന് സുഗന്ധം ഉപയോഗിക്കലും തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. വാൻ സമുറത്ത് ബിൻ ജുന്ദബിൻ റളിയല്ലാഹു അൻഹു അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചു അൻ നത്തഖിദൽ മസാജിദ ഫീ ദിയാരിന. നേരത്തെ പറഞ്ഞതന്നെ നമ്മുടെ വീടുകളുടെ പരിസരത്ത് എന്താക്കണം, പള്ളി ഉണ്ടാക്കണം. വഅമറന അൻ നുനദ്ദിഫഹ അത് നമ്മൾ വൃത്തിയാക്കണം എന്ന് തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പറയാം ഫകാന. അപ്പോൾ ഹദീസിൻ്റെ ഹസ്ല പറയുന്നു ഫകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറു ബിനദാഫത്തിൽ മസാജിദിൽ ആമ്മത്തി. പൊതുവെയുള്ള വലിയ പള്ളി ഉണ്ടാവുമല്ലോ, അതും വൃത്തിയാക്കണം. വൽ മസാജിദിൽ ഖാസ്സ ഖാസ്സായ പ്രത്യേക പള്ളിയും അല്ലത്തി തുബ്ന ഫിദ്ദാർ വീടുകളിൽ ഉണ്ടാക്കുന്ന. ഇനി വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പ്രയർ ഹാൾ ഉണ്ടാക്കിയാലും പള്ളിൻ്റെ ഹുക്കുമാണല്ലോ. യുസല്ലിയ ഫീഹൽ ഇൻസാനു മനുഷ്യന്മാർ അവിടെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. നവാഫിലഹു വ ഖിയാമുഹു രാത്രി നിസ്കരിക്കേണ്ട നിസ്കാരങ്ങൾ, ഖിയാമ്, അതുപോലെ സുന്നത്തായ കാര്യങ്ങളൊക്കെ അവിടെ പ്രവർത്തിക്കാം. അപ്പം വീട്ടിൻ്റെ ഉള്ളിലുണ്ടാകാം ഒരു പള്ളി. എന്നിട്ട് വയഅ്ബുദു റബ്ബഹു ഫീഹ അവിടെ ഇരുന്നിട്ട് ഇബാദത്ത് ചെയ്യാനും. വഹിയ മിന സുന്നത്തിൽ മത്ലൂബ അത് മത്ലൂബായ സുന്നത്തിൽപ്പെട്ടതാണ്. കമാ നസ്സ അലൈഹിൽ ഫുഖഹാ റളിയല്ലാഹു അൻഹും അത് നസ്സാക്കി പറഞ്ഞിട്ടുണ്ട്. ഇനി സാബിയൻ ഏഴാമത്തേത് വഴികൾക്ക് വൃത്തി വേണമെന്ന് പറയുന്നു. ഹസ്സുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നദാഫത്തി തുറുഖി വഴികൾ വൃത്തി വേണം. വസാഹത്തിൽ ആമ്മത്തി അത് പൊതുപയോഗിക്കുന്ന മുറ്റങ്ങളും. വനഹ്യു തൽബീസിഹ ബിൽ ഔസാഖ് കച്ചതകളെ കൊണ്ട് അതിനെ മലിനീകരണം തങ്ങൾ വിരോധിച്ചു. വൽ മലാർ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാക്കുന്ന മുള്ള്, കല്ല് മുതലായവ അതും. വബയാനുഹു അതിൻ്റെ വിശദീകരണം കേൾക്ക്. അന്നദാലിക യുഅ്തബറു ശുഅബത്തൻ മിൻ ശുഅബിൽ ഈമാൻ അത് ഈമാനിൻ്റെ ഒരു ശാഖയായി കണക്കാക്കപ്പെടും. പൊതുവെ വൃത്തി എന്ന് പറഞ്ഞാൽ ആ ജനറൽ ഇതല്ല, ഒരു ശാസ്ത്രീയമായി പറയുന്ന ഇവിടെ എല്ലാം ബോർഡെല്ലാം വെച്ചിട്ടുണ്ടാകുമല്ലോ വൃത്തി വേണമെന്ന്. അത് ശറഈയല്ല, ഇത് ശറഈൻ്റെ ഭാഗം തന്നെ. നേരത്തെ പറഞ്ഞില്ലേ ഒരു കാര്യം എന്താക്കാം, ശറഈയും ആകാം ആരോഗ്യപരമായിട്ടും ആകാം. അല്ലത്തി ലാ യതിമുൽ ഈമാനു ഇല്ലാ ബിഹ ആ ശാഖ കൂടാതെ കണ്ട് ഈമാൻ പൂർത്തിയാവൂല, അങ്ങനത്തെ ഭാഗം. അപ്പം മോമിൻ എന്നുണ്ട് രണ്ട് വിധം കൂലിയായി. ففي الصحيحين عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم الإيمان بضع وسبعون 70 ചെല്ലാന ഭാഗമുണ്ടെന്ന്. ബിള എന്ന് പറഞ്ഞാൽ 3 മുതൽ 10 താഴെ ബിള. വഫീ റിവായത്ത് വസിത്തൂന അപ്പോൾ 60 70 പറഞ്ഞതെന്നുണ്ട്. സബഊന അതിന് ശുഅബുൽ ഈമാൻ എന്ന് പറഞ്ഞ കിതാബിനില്ലേ ഉസ്താദ് ഇപ്പം നടക്കിയില്ലേ. ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിലേറ്റവും അഫ്ളലായ ശാഖ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈമാൻ തന്നെ. വഅദിനാഹ അതിൽ ചുരുങ്ങിയത് ഇമാതത്തുൽ അദാനി തരീഖ് വഴികളിൽ നിന്ന് ശല്യം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൂരീകരിക്കലാണ്. അപ്പോൾ കുണ്ടിൽ വെള്ളം വന്നിട്ടുണ്ടാകും, വണ്ടി പോകുമ്പോൾ എന്താകും, വണ്ടിക്കാരന് കേട്, പിന്നെ വണ്ടിയുടെ ടയറിനും കേട്, പരിസരത്ത് നടക്കുന്ന തുടങ്ങിയപ്പോൾ എന്താക്കും ചളി കൊണ്ട് മുക്കും. അപ്പോൾ അവിടെ കുറച്ച് കല്ലിലിട്ടിടാൻ മറത്തിൽ സാധന തരീഖത്തിൻ്റെ ഭാഗമായിട്ട് അതെല്ലാം ഹിദ്മത്തിൽ നീണ്ടിട്ടുണ്ടല്ലോ. മശായിഖന്മാരെല്ലാം ഉണ്ട്. ഷാദിലിന്ന് മാത്രമല്ല, പൊതുസേവനം. അവർ മംഗലപ്പരക്ക് പോയിട്ട് അവിടെ വണ്ടി നിൽക്കലും വിളമ്പലും അതിഥികളെ കയറ്റലും ഉറയിത്തലും ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്.
ഇപ്പം വിചാരിക്കും കഴിയുമ്പോൾ ഇങ്ങനെ അടി ചക്കൻ കാവ്യം കുടിച്ചിട്ട് പോയ ശാന്തലിയായിരുന്നു. വേണേൽ പിടിച്ചാൽ കിട്ടാത്തുള്ള രണ്ടത്തുള്ളൂ. അതൊന്നല്ല, വിശാലമായ ജീവിത പദ്ധതി അത്. നമുക്ക് ആരെ മയ്യത്ത് കാണാൻ പോകാനുള്ളത്, അല്ലെങ്കിൽ ആരാണ് രോഗികളെ കാണാൻ പോകാനുള്ളത്, ആരെയാണ് ആസ്പത്രിയിലേക്ക് എത്തിക്കാനുള്ളത്, ആർക്കാണ് അവിടെ വളണ്ടന്മാർ ആവശ്യം. ഇപ്പം സംഘടനപരമായിട്ട് ചിലതിൽ നിർവഹിക്കുന്നുണ്ട്. പക്ഷെ അത് ഇഖ്ലാസോട് കൂടി ആവണമെന്നാണ് തരീഖത്തിന്റെ തലവ്. അത് ശമ്പളം പറ്റലോ അല്ലെങ്കിൽ നോട്ടീസ് അടിക്കലോ ഒന്നുമില്ല. അത് ആ പരക്കെ ഒരു സന്തോഷം നല്ലത്. അതാ ഫൈദാ കാനൽ മുഅ്മിനു ലാ യജൂസു ലഹു ബിമുഖ്തദാ ഈമാനിഹി. ഈമാനിന്റെ തേട്ടപ്രകാരം ആ മുഅ്മിന് ജായിസല്ല അയ്യത്തുറുക്ക അദൻ റആഹു ഫി തരീഖി. വഴിയിൽ കാണുന്ന എന്തെങ്കിലും ശല്യം ചെയ്യുന്ന വസ്തുക്കൾ അങ്ങനെ തന്നെ വിട്ടേച്ച് പോക്ക് ഈമാന്റെ ഭാഗത്തിൽ കൂടിയും പറ്റൂല. ഉറപ്പാക്ക് വലിയ കർശനാണ്. കായ്ത്തോലി മുള്ള് ഇങ്ങനെ നടക്കുമ്പോൾ ഭൂമി നോക്കിയില്ല നടക്കുക. അത് വലിയ കുറ്റകരമായിട്ട് മറ്റൊരാൾ ആക്ഷേപിക്കലുണ്ട്. ഭൂമി നോക്കിയിട്ട് നടക്കുന്നു. ഉപ്പാക്കുള്ള എല്ലാ ഹൈറാത്തും ദോഷമായിട്ട് എല്ലാവരും കാണാം. ചോറ് വയ്ക്കുമ്പോൾ ഇപ്പത്തെ കൂടി കൈതാകുന്നു, വീണത് പറക്കുന്നു, ഉറുമ്പിന് കൊടുക്കുന്നില്ല. അതുകൊണ്ട് കാര്യമായ ആൾ ചെയ്യുന്ന ഹസനാത്തെല്ലാം ജാഹര്യങ്ങളുടെ കാര്യത്തിൽ അത് സയ്യാത്തായിട്ട് എണ്ണുക. ഞാൻ നിങ്ങൾ വേണ്ട അയങ്ങെടുക്കുന്നത് ചിലപ്പോൾ ഉപ്പന്നെ എടുക്കും, അല്ലെങ്കിൽ അയങ്ങെടുക്കും. ആ കൊപ്പി കഷ്ണം അല്ലെങ്കിൽ ആ മുള്ള് നിങ്ങൾക്ക് ദൂരം ഇട്ടിട്ട് ആരും ചവിട്ടൂലാന്ന് തോന്നുന്ന സ്ഥലത്ത് കൊണ്ട് പോയിട്ടെ. എന്താ പറയുന്നത് പറഞ്ഞാൽ അത്തരത്തിലുള്ളൊരു അപകടം വരാനുള്ള സാധ്യത അള്ളാഹു നമുക്ക് സലാമത്ത് നൽകുന്ന പറയും. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. തരീഖിൽ കാണുന്നു. നീക്കാൻ അവന് കഴിയുകയും ചെയ്യും. എന്നാൽ അത് വെറുതെ ഇട്ടിച്ച് പോകാൻ പാടില്ല. അപ്പം വലൈസ സമ്മ ഗൈറുഹു യുസീലുഹു, നീക്കാൻ വേറെ ആരും ഇല്ലാഞ്ഞാൽ ഇത് വാജിബാവുന്ന പറഞ്ഞത്. ഒന്നിവന് കഴിയുക, രണ്ടാമത്തത് വേറെ ആരുമില്ല, സാമ്പത്തിക അതേ ഉള്ളൂ. അപ്പം ഫമിംബാബി ഔല വഅഹഖു വഔജബു. അപ്പോൾ വേറെ ആരോ ബുദ്ധിമുട്ടാക്കി വെച്ച സാധനം ദൂരീകരിക്കൽ തന്നെ വേണം എന്ന് വെച്ചാൽ ഇവനൊട്ട് മലിനപ്പെടുത്താൻ പാടില്ല എന്ന് ഇനി പറയേണ്ടതില്ലല്ലോ. വഔജബു അന്നഹു ലാ യജൂസു ലഹു അൻ യുൽഖിയ ലദാ ഫി തരീഖ്. വഴിയിൽ ഈ മാലിന്യങ്ങളെ ഇടാൻ പാടില്ല എന്ന് പറയണ്ടല്ലോ. എങ്ങനെയോ സംഭവിച്ചത് എടുത്തു മാറ്റണം എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നെ ഇടലൊട്ടും പറ്റൂലല്ലോ. യാ മുസ്ലിം, മുസ്ലിമേ നീ പാഠം പഠിക്കുക. വഅലം ബി അന്ന നളാഫത തരീഖി വസ്സവാരിഇ മിനൽ ഈമാൻ. നടക്കുന്ന വഴികളും ശവാരിയിൽ നിന്ന് ചെറിയ ചെറിയ വഴികളുണ്ടാവും. പൊതുവെ ആൾ നടക്കുന്നത് തരീഖെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ആമാണ്. അതെല്ലാം വൃത്തിയാക്കൽ എന്നുള്ളത് ഈമാനിൽപ്പെട്ടതാണ്. വലൈസത്ത് ഹിയ മിൻ തഫല്ലുലി വലാ മിൻ ബാബിൽ ഇംതിനാൻ. അത് ഈമാനിന്റെ നിർബന്ധ കടമ എന്നല്ല പറഞ്ഞത്. അപ്പം വേറാക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന എന്തല്ല, അത് ഔദാര്യമായിട്ടല്ല ഉള്ളത്. ഇത് നിർബന്ധമായ കടമയാണ്, അത് ഔദാര്യ സാധനമല്ല. വഖദ അമറ സല്ലല്ലാഹു അലൈഹി വസല്ലം ബി തൻഹിയത്തിൽ ലദാ അനി തരീഖ്. വഴികളെ തൊട്ട് മാലിന്യങ്ങൾ ദൂരീകരിക്കണമെന്ന് തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ഫഖാല കമാ റവാ ഇബ്നു ഹിബ്ബാൻ അൻ അബീ ബർസത റളിയല്ലാഹു അൻഹു നഹിൽ അദാ അൻ തരീഖിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളെ മാർഗത്തിനൊത്തൊട്ടെന്താക്കണം, ബുദ്ധിമുട്ടിനെ നീ ദൂരീകരിക്കുക. അപ്പോൾ മറ്റുള്ളവർക്ക് അതാക്കാം എന്നല്ല അതിൻ്റെ അർത്ഥം. അവിടെ മഫഹൂമില്ല. ആ ബുദ്ധിമുട്ടാവുമെങ്കിലും വഅദമൻ ആദൽ മുസ്ലിമീന ഫീ തരീഖിഹിം. മുസ്ലിമീങ്ങളെ വഴിയിൽ ബുദ്ധിമുട്ടാക്കിയുള്ള തങ്ങൾ വളരെ താക്കീത് കൽപ്പിച്ചിട്ടുണ്ട്. രക്ഷ കൊണ്ട് താക്കീത് അത് വൈദില്ലേ. കമാ റവ തബ്റാനി ബിഇസ്നാദിൻ ഹസനിൻ അൻ ഹുദൈഫത ബിൻ ഉസൈദ് റളിയല്ലാഹു അൻഹു
أن النبي صلى الله عليه وسلم قال من آذى المسلمين في طرقهم وجبت عليه لعنتهم എന്നാണ്. മുസ്ലിമീങ്ങളെ വഴിയിൽ എന്താക്കി ഒരാൾ ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അവരുടെ ലഅനത്ത് അവരുടെ മേൽ വാജിബായി എന്ന് പറഞ്ഞാൽ ആ ലഅനത്തിന് അങ്ങനെ തന്നെ അതുപോലെ ഫലം കിട്ടും. വാജിബാന്നുള്ള സബത്താന്നല്ലേ, അല്ലാണ്ട് ഓരോ ലഅനത്ത് ചെയ്യണമെന്നല്ല അതിൻ്റെ അർത്ഥം. ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ അതിൻ്റെ ഫലം സ്ഥാപിതായി കിട്ടും. സ്വാഭാവികമാണല്ലത്. ഏത് മഹാനാട് ഇങ്ങനെ ബുദ്ധിമുട്ടാക്കി ഏതോനാന്ന് പറഞ്ഞിട്ട് ലഅനത്ത് ചെയ്യുമ്പോൾ. وروى الطبراني والبيهقي عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم من غسل سخيمته سخيمتنا الأقدار والأوساخ ശരഹ നോക്കിയോ, മാലിന്യങ്ങൾ അതായത് കഴുകി വൃത്തിയാക്കാനുള്ള മീൻ്റെ കച്ചറ, അതുപോലെ തന്നെ വസ്ത്രം അലക്കിയതുണ്ടാകും, പാത്രം കഴുകിയുണ്ടാകും, പിന്നെ വേസ്റ്റുകളുണ്ടാകും. ഇതെല്ലാം വൈകൊണ്ടപ്പോൾ ഇടുക. പിന്നെ ചില പെറ്റിക്കലുണ്ട്, ഗൾഫിൽ നിന്നുകൊണ്ടേ നമ്മൾ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച് കാക്കപ്പനെല്ലാം ഒട്ടിച്ചിട്ട് പെട്ടിയിലാക്കും. അപ്പം ഇതേതോ ദുബൈക്കാൻ്റെ വെക്കുന്ന കാറിൻ്റെ വീടാന്ന് വിചാരിച്ചിട്ട് ഓടി എടുക്കാൻ വേണ്ടി മത്സരമാണ്. ഇത് പെരക്കൊണ്ടപ്പോൾ ഞാൻ വിളിച്ചു നോക്കുക, അന്നേരം കിട്ടുന്നത് ഇത് കോഴിച്ചപ്പയോ അതതിൻ്റെ ഷറഹ നോക്ക്. വൈദാകാനത്ത് ഹളാറത്തുൽ ഉമമി തുതാലിബുഹും ബിനദാഫത്തിൽ അബദാനി വൽ ബുൽദാൻ. പട്ടണം ഭരിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ, നിയമജ്ഞന്മാർ, അവർ തേടുന്നുണ്ട് ഇവിടെ വൃത്തി സൂക്ഷിക്കുക എന്ന്. അപ്പം ദീനിലുള്ള കാര്യം അവർ എടുത്തു പറഞ്ഞു തന്നെ. ഫൈന്ന ഈമാനൽ മോമിനീൻ. അപ്പോൾ അവർ ആരും ഒന്ന് വൃത്തിയാക്കണമെന്ന് ബോർഡ് വെച്ചിട്ടില്ല, ഒന്നുമല്ല. മോമിനുണ്ട് ഈമാൻ വിളിച്ച് പറയുന്നുണ്ട് വൃത്തിയാക്കണമെന്ന്. മനസ്സിലാകുന്നുണ്ടോ? ഫൈന്ന ഈമാനൽ മോമിനീന ബശറഅഹും ഹളാറത്തഹുൽ ഇസ്ലാമിയ്യ. ഇസ്ലാമിയായ അവരുടെ സംസ്കാരവും തുതാലിബുഹും ബിന്നദാഫ, നദാഫത്ത് കൊണ്ട് തേടുന്നുണ്ട്. അപ്പോൾ മറ്റൊരു ബോർഡ് വെച്ചിട്ടില്ല, അല്ലെങ്കിൽ നിരോധം എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും നോക്കേണ്ടയില്ല. അല അക്മലി വുജൂഹിഹ, നദാഫത്തിൻ്റെ എന്തെല്ലാം വെച്ചിട്ടുണ്ട് അതെല്ലാം ചെയ്തോളണം. മൻ ഗസല സഖീമത്തു അലാ തരീഖിൻ മിൻ തുറുഖിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളെ വഴിയിൽ നിന്നൊരു തരീഖിൽ ഒരാൾ മാലിന്യം കഴുകി, നഫഅ അലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. എന്താണ്ടാ അതാ നേരത്തെ പറഞ്ഞ എന്താണ്? ലഅനത്തുഹും എന്ന് പറഞ്ഞതിൽ ഹും എന്ന് പറഞ്ഞതിൽ എന്തെല്ലാം വന്ന് അള്ളാഹു മലായികത്ത് വന്നാസി അജ്മഈൻ. അവൻ ലഅനത്ത് ചെയ്താൽ അത് പാടാകൂല, അതങ്ങനെ തന്നെ പുലരുന്നാണ്. وروى مسلم وغيره عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم പറഞ്ഞു ഇത്തഖുൽ ലാഇനീൻ. അതുകൊണ്ട് ലഅനത്ത് ചെയ്യുന്ന ആളെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചോണം. ലഅനത്ത് കിട്ടും, അതുകൊണ്ട് അതെന്താക്കണം, വരാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ചുകൊള്ളണം. ലാഇനീന എന്ന് പറഞ്ഞ ജമ്മായി, ലാഇനൈനി എന്ന് പറഞ്ഞാൽ അത് അതിനപ്പുറം ചോദിക്കുന്നത് ലാഇനാനീന് തസ്നിയാണെന്നാണ് മനസ്സിലായത്. അല്ലെങ്കിൽ ഒമൻ ലാഇനൂന എന്നല്ല ചോദ്യത്തിൽ വരേണ്ടത്. قالوا ومن لاعنون لا ومن لاعناني يا رسول الله قال الذي يتخلى في طرق الناس أو في ظلهم. ജനങ്ങൾ പോകുന്ന വഴിയിൽ അതുപോലെ തന്നെ അവർ തണൽ കൊള്ളുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ പോയിട്ട് മലമൂത്ര വിസർജനം ചെയ്യുന്ന ആള്. അപ്പം മലം മൂത്രം രണ്ടെണ്ണം എന്നിളക്കി ആ രണ്ടിനും ലേനത്ത് വരും. ഐസാഹാത്തി മുജിത്തമഹിം ഓ ജുലൂസിഹിം, അവർ ഇരിക്കുന്ന ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങൾ. ഇനി ഒരു മാലിന്യം എടുത്ത് കളഞ്ഞാക്ക് സ്വർഗം കൊടുത്തെന്നാ പറയുന്നു. വാസിന സല്ലല്ലാഹു അലൈഹി വസല്ലം അലർ റജുലി ജുസീലുൽ അദാ അനി തരീഖ്. വഴിയെ തൊട്ട് മാലിന്യങ്ങൾ ദൂരീകരിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവരെ തങ്ങൾ പുകഴ്ത്തി പറഞ്ഞു. റവ ശൈഖാനി അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനമാ റജുലുൻ യംശി. ഒരു വ്യക്തി നടന്നു പോവുകയായിരുന്നു. ബി തരീഖിൻ, ഒരു വഴിയിൽ കൂടിച്ച്. വജദ ഹുസ്ന ഷൗക്കിൻ, ഒരു മുള്ളിൻ്റെ കൊമ്പ് കണ്ടെത്തി. ഫാഖറഹു, അയാളെന്താക്കുക ദൂരീകരിച്ച് അരങ്ങ് ചവിട്ടിയിട്ട് കാലം മുറിയണ്ട. ഫശക്കറല്ലാഹു ലഹു, അല്ലാഹു തആല അവന് ശുക്ർ ചെയ്തു എന്ന മഹത്തായ പ്രതിഫലം കൊടുത്തു. അള്ളാഹിനെ ശുക്രുന്നവനെന്ന് അള്ളാഹു തആല പ്രതിഫലം കൊടുക്കുന്നത്. ഇതിനാണ് താങ്ക് യു എന്ന് അല്ല പറയുന്നതല്ല. ഫഗഫറല്ലാഹു ലഹു, അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും ചെയ്തു.
എന്നിട്ട് പറഞ്ഞു ഫഅകിരിം വഅലം ബിഹാദൻ നബിയിൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നബിയിൽ കരീമിനെ ബഹുമാന്യരാക്കിയ വസ്തു എന്ത്, എത്രമാത്രം ബഹുമാനപ്പെട്ടവർ. അല്ലദീ ജാഅ ബി സആദത്തി ദുനിയാ, ദുന്യാവിൻ്റെ സഅദത്തും തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെ? വനലാഫത്തിഹ, അത് വൃത്തിയാക്കണമെന്നും. വസആദത്തിൽ ആഖിറ, ആഖിറത്തിൻ്റെ സഅദത്തും കൊണ്ടുവന്നു. വനലാറത്തിഹ, അതിനെ ഭംഗി പിടിപ്പിക്കലും. അപ്പം ഇരുവീട്ടിലെ വിജയം തങ്ങൾ പറഞ്ഞാന്നില്ലേ. ഫാമിനൻ, എട്ടാമത്തേത് ഇന്ന മശ്റൂഇയ്യത്തൽ വുളൂഇ, വുളൂ ശറാക്കപ്പെട്ടില്ലേ. അതുപോലെ വൽ ഗസ്ലി, കുളിക്കലും. അല്ലദൈനി ജാഅ ബിഹിമാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളാണ് അത് കൊണ്ടുവന്നത്. ലഹിയ അക്ബറു ഷാഹിദിൻ, അത് ഏറ്റവും വലിയ തെളിവാണ്. അലാ അന്നൻ നലാഫത ഹിയ അസ്ലുൻ അസീലും ഫീ ദീനിൽ ഇസ്ലാം, ഇസ്ലാം ദീനിൽ ഒരു പ്രവാചകൻ പറഞ്ഞു കൊണ്ടുവരണമെങ്കിൽ അത് അസ്ലിയായ കാര്യമായിരിക്കും. ചിലത് സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ കിട്ടുന്ന കാര്യം നബി വന്നിട്ട് പറയണമെന്നില്ലല്ലോ. وأنها من أهم المبادئ التي جاء بها رسول الله صلى الله عليه وسلم കൊണ്ടുവന്ന കാര്യങ്ങളുടെ ഒരു ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യം ആണ്. അതുകൊണ്ട് ഫഇന്ന ഫിൽ വുളൂഇ വൽ ഗുസ്ലി, വുളൂയിലും കുളിയിലും എന്തൊക്കെയുള്ളത്? ഒന്ന് ഇസാലത്തൻ ലിൻ നജസ്, നജസിനെ ദൂരീകരിക്കലുണ്ട്. വറഫഅൻ ലിൽ ഹദസി, അശുദ്ധിയെ ഉയർത്തലുണ്ട്. വനലാഫത്തൻ മിനൽ വസഖി വദ്ദനസ്, അതുപോലെ നജസല്ലെങ്കിലും മാലിന്യങ്ങളും കച്ചറകളും ഉണ്ടാവുമല്ലോ, അതിനെ തൊട്ടുള്ള വൃത്തിയുണ്ട്. ഇലാ മാ ഹുനാക മിൻ ബഖിയ്യത്തിൽ ഹികമി ശർഇയ്യ, ശർഇയ്യ ഹിക്മത്ത് വേറെ പലതുണ്ടല്ലോ. എന്താണത്? വഫി ഇസാലത്തിഹിമാ ആസാദ ദുനൂബ്, കുളിയും ഹിമ എന്ന് പറഞ്ഞതല്ലോ, കുളിയും വുളൂഉം ദുനൂബിൻ്റെ ആസാറ് നീക്കുന്നതിനും. കമാ വറദ ഫിൽ ഹദീസി عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال إذا تولى العبد المسلم അബിൽ മുഅ്മിൻ, എന്താ റിവായത്തിൽ അബ്ദുൽ മുസ്ലിം എന്നുണ്ട്, അബിൽ മുഅ്മിൻ, അബ്ദുൽ മുഅ്മിൻ എന്നുണ്ട്, രണ്ടും തന്നെ. ഒന്നുണ്ടാക്കി ഫഗസല വജ്ഹഹു, അവൻ്റെ മുഖം കഴുകി. അപ്പോൾ ഒന്നുണ്ടാക്കിയിട്ട് മുഖം കഴുകി. അപ്പോൾ ആദ്യം ഒന്നുണ്ടാക്കാൻ വേണ്ടി ഒരു ലക്ഷ്യം വെച്ചു എന്നായി. അപ്പോൾ അത് നീയത്തിലേക്ക് സൂചനയായി. അങ്ങനെ മുഖം കഴുകിയാൽ ഖറജ മിൻ വജ്ഹിഹി കുല്ലു ഖതീഅത്തിൻ, എല്ലാ ഖതീഅത്തുകളും ദൂരീകരിക്കപ്പെട്ടു പോയി. എങ്ങനത്തെ? നളറ ഇലൈഹ ബിഐനിഹി, അവൻ്റെ കണ്ണുകൊണ്ട് നോക്കിയത്. മഅൽ മാഇ, വെള്ളത്തിനോടൊപ്പം എന്നാണോ പറഞ്ഞത്? ഔ മആഖിൽ ഖത്റിൽ മാഇ, വല്ല വെള്ളത്തിൻ്റെ അവസാനത്തെ തുള്ളിയോടുകൂടി. രണ്ടായിരം കൂടെ കണ്ണ്, അത് രണ്ട് റിവായത്തും ഒക്കെ കൂട്ടിയതാവും. ഫൈദാ ഗസല യദൈഹി, രണ്ട് കൈയും കഴുകിയാലോ ഖറജ മിൻ യദൈഹി കുല്ലു ഖതീഅത്തിൻ, അവൻ്റെ കയ്യിൽ കൂടി പുറത്തുപോയി എല്ലാ ഖതീഅത്തും. എങ്ങനത്തത്? കാന ബതശത്ഹ യദാഹു, അവൻ്റെ കൈ അത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഏതോടുകൂടി മാ ഖത്റിൽ മായി, മഅൽ മായി ഔ മആഖിൽ ഖത്റിൽ മായി, അവിടെ അങ്ങനെ തന്നെ രണ്ട് റിവായത്ത്. വെള്ളത്തിനോടൊപ്പം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അവസാനത്തെ തുള്ളിയോടുകൂടി ദോഷങ്ങളെല്ലാം പോയി. ഫൈദാ ഗസല റിജ്ലൈഹി, രണ്ട് കാലും കഴുകിയാൽ ഖറജത്ത് കുല്ലു ഖതീഅത്തിൻ, എല്ലാ ദോഷങ്ങളും പുറത്തുപോയി. എങ്ങനത്തെ? ഖമശത്ഹാ റിജ്ലാഹു, അവൻ രണ്ട് കാല് അതിലേക്ക് നടന്നിട്ടുണ്ട്. മഅൽ മായി, വെള്ളത്തിനോടൊപ്പം പുറത്തുപോയി. ആഖിൽ ഖത്റിൽ മായി, എത്ര? അപ്പം എന്തായെന്നറിയോ? ഹത്താ യഖ്റുജ നഖിയൻ മിനൽ ദുനൂബ്, മുഖം കൊണ്ട് നോക്കിയത് പോയി, കൈ കൊണ്ട് പ്രവർത്തിച്ചും പോയി, കാലുകൊണ്ട് നടന്നതും എല്ലാം ശുദ്ധിയായില്ല. പിന്നെ തലക്ക് പിന്നെ കഴുകലില്ലല്ലോ. അപ്പം എല്ലാ ദോഷങ്ങളെ തൊട്ടും എന്തായി? ശുദ്ധവാനായിട്ടാണ് അവൻ ഒളൂന് വിരമിക്കുന്നത്. قال الحافظ للمنذر في الترغيب رواه مالك ومسلم والترمذي കണ്ടോ? വലൈസ ഇൻദ മാലിക് വത്തിർമിദി ഗസ്ലു റിജ്ലൈൻ, അതായത് അത് ഇഖ്തിസാർ ചെയ്തിട്ടുണ്ടാവും. ഇനി പറയാം വഹുനാക ഹിക്മത്തുൻ തിബ്ബിയ്യത്തുൻ, ആരോഗ്യപരമായ ഒരു ഹിക്മത്ത് പറയാനുണ്ട്. മുത്തറത്തിബത്തുൻ അലാ മശ്റൂഇയ്യത്തിൽ വുളൂഇ വൽ ഗുസ്ലി, കണ്ടോ? വുളൂവിൻ്റെയും കുളിയുടെയും മശ്റൂഇയ്യത്തിൻ്റെ മേൽ തുടർന്ന് കിട്ടുന്ന ആരോഗ്യപരമായ ഒരു കാര്യം മിൻ ഇസ്തിജ്മാമിൽ ഖുവാ, ശക്തി വീണ്ടെടുക്കാന്നാണ്.
ക്ഷീണവും എന്തെല്ലാം പോയി കഴിഞ്ഞാൽ ശക്തിക്കൊരു വാ മുളിഞ്ഞു വാ കുവ ശക്തി പല വഴിക്കും ചോർന്നു പോയതെങ്കിൽ എല്ലാം എന്താക്കാം വീണ്ടെടുക്കാം. വസ്തിയാദത്തിൻ നശാത്തിൽ ബദൻ ശരീരത്തിന് നശാത്ത് മടക്കിയെടുക്കലുണ്ട്. വൈസാനത്തി ആസാറിൽ ഇഫ്രാസാത്ത് എന്ന് പറഞ്ഞാൽ വിസർജിക്കപ്പെടുന്ന വസ്തുക്കൾ എന്നാണ്. വയറപ്പ് അതുപോലെ തന്നെ മൂക്കുമെന്ന് പോകുന്നത് ശരീരത്തിൻ്റെ ഭാഗത്തിൽ നിന്ന്. അജിസ്മിയ ശാരീരികമായ വിസർജ്യ വസ്തുക്കളുടെ ആധാർ ദൂരീകരിക്കാൻ. അപ്പോൾ തുപ്പിയത് പല്ലെടുക്കുമ്പം വായു വൃത്തിയായി, മൂക്ക് നീന്തി കളഞ്ഞ് എല്ലാം ക്ലിയറായില്ലേ, വേർപ്പ് ശുദ്ധമായി. ഇലാമാ വറാഅദാലിക അതിൻ്റെ അപ്പുറം മിമാത്തോല് ഷറഹു അത് നീണ്ടുപോകും. നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. ചേമ്പറിൻ്റെ അടുത്ത് പറഞ്ഞാൽ നിൽക്കും. താസിയൻ ഒമ്പതാമത്തേത് ഇന്നൽ അഹാദീസൻ നബവിയ്യത്തൽ വാരിദത ഫിൽ ഹസ്സി അല സിവാക്ക് മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച ഹദീസുകൾ എടുത്ത് നോക്ക്. വ ബയാനി ആസാരിഹി വ തഹദീരി മിൻ തർക്കിഹി അതുപോലെ അതിൻ്റെ ആസാറ് വ്യക്തമാക്കുന്നു. മിസ്വാക്ക് ഒഴിവാക്കിയാൽ തങ്ങൾ ഭയങ്കര താക്കീത് നൽകിയിട്ടുണ്ട് എന്നുള്ളത്. ലഹിയ അതിൻ്റെ ഇന്നാൻ്റെ ഖബർ ലഹിയ അക്ബറു ദലീലിൻ അലാ അന്ന നളാഫത വ റിആയാത്തി സിഹിയ ഹിയ മിൻ മബാദിഇൽ ഇസ്ലാം. അതാ ശുദ്ധി കാത്തു സൂക്ഷിക്കൽ അതുപോലെ ആരോഗ്യപരമായ അതിൽ ഇസ്ലാമിൽപ്പെട്ടത് തന്നെയാണ്. അപ്പം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ഒരു ആരോഗ്യവശം പറയാനില്ല. അപ്പം എന്തെങ്കിലും ചടങ്ങ് കാട്ടിക്കൂട്ടി ഒരു കൊടി ഒഴിക്കലും ഒരു ഉറൂസ് നടത്തിയതുകൊണ്ട് ഇസ്ലാം പൂർത്തിയായിട്ടില്ല, ഇവിടെ ഒന്നും നേടിയിട്ടില്ല. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നടന്നോട്ടെ. അസൽ ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഇപ്പം അമ്മ ആസാറുഹോ ഇനി ആസാറ് പറയാം. فقد روى النبي النسائي وغيره عن عائشة رضي الله عنها പറഞ്ഞു قالت قال رسول الله صلى الله عليه وسلم പറഞ്ഞതായിട്ട് مرفوعا حديثين السواك مطهرة للفم مرضاة للرب. അപ്പം എന്താ ഹിസ്സിയായി മാനവിയായി. മിസ്വാക്ക് എന്നുള്ളത് വായെ വൃത്തിയാക്കുന്ന സാധനമാണ്. അപ്പം ഹിസ്സിയായി ഹിസ്സിന്ന് വെച്ചാൽ കാണുന്നത്. മർദാത്തുൽ റബ്ബിന് വളരെ തൃപ്തിപ്പെടുത്തുന്ന സാധ്യമാണ്. റബ്ബിന് ബന്ധമുണ്ടാക്കുന്ന സംഗതിയാണ്. അപ്പം അത് മാനവിയാണ്. വറവാ അഹ്മദു അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അലൈക്കും ബിസ്സിവാക് സിവാക്ക് മുറുകെ പിടിച്ചോളും. ചെമ്പരശത്തിൽ ഇങ്ങനെ പിടിക്കൊണ്ടെന്നാ ഫഇന്നഹു മത്യ്യബത്തുൽ ലിൽ ഫം വായ്ക്ക് സുഗന്ധമുണ്ടാക്കുന്ന സാധനമാണ്. എന്താ സുഗന്ധം? അത്ര ഉണക്കുന്ന ദുർവാസന ഉണ്ടെങ്കിൽ പോയി കിട്ടിയാൽ അതൊരു ശുദ്ധീകരണമാണല്ലോ. ഇനി ചില മണക്കുന്ന സാധനം ഉപയോഗിച്ചതാണെങ്കിൽ അതിൻ്റെ സുഗന്ധം ഉണ്ടാകും. മർദാത്തുൽ റബ്ബി സുബ്ഹാനഹു തബാറക വ തആല റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യവുമാണ്. ഇനി വഅമ്മ ഹസ്സുഹു അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്കിൻ്റെ മേലിൽ തങ്ങൾ പ്രേരിപ്പിച്ച കാര്യം നോക്ക്. ഫഖദ് ഖാല ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക് എൻ്റെ ഉമ്മത്തിന് പ്രയാസം തോന്നുന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ മിസ്വാക്ക് കൊണ്ട് നിർബന്ധിക്കുമായിരുന്നു എന്നാണ്. ഫർലാക്കും അതിന് അമ്രിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് തലബുൻ ജാസിമ്, മറ്റൊന്ന് തലബ് ഖൈറു ജാസിം. ജാസിമാണെങ്കിൽ ഫർള് എന്ന് പറയും, അത് ഉസൂലിയാക്കൾ. ഖൈറു ജാസിമാണെങ്കിൽ മുസ്തഹബ് എന്നും പറയും. അപ്പം അമ്ര ഇവിടെ ഉണ്ടല്ലോ ഇല്ലേ? അമ്രുണ്ടെങ്കിൽ ഇപ്പം ഉള്ളത് മുസ്തഹബിൻ്റെ ഉള്ളതാണ്. അപ്പം അതെന്താക്കും? വീണ്ടും കൽപ്പിക്കാന്ന് പറഞ്ഞാൽ ജാസിമാക്കും. അയല്ല ഫറൽതുഹു ഉണ്ടാ അലൈഹിം അവർക്ക് ഞാൻ നിർബന്ധമാക്കുമായിരുന്നു. അതിനങ്ങനെ തഹ്ബീൽ കൊടുക്കുന്നത് അമ്രുണ്ടല്ലോ എന്ന് ചോദിക്കും. അമ്ര ഖൈറു ജാസിമാണ്, അതുകൊണ്ട് അത് നിർബന്ധമാക്കും. മാ കുല്ലി സ്വലാത്തിൻ എല്ലാ നിസ്കാരത്തിൻ്റെ അവസരത്തിലും. റവാഹുൽ ബുഖാരി വൽ ലഫ്ളു ലഹു വ മുസ്ലിം ബിലഫ്ളി ഇന്ദ കുല്ലി സ്വലാത്തിൻ എന്നാണ്. മാക്ക് പകരം ഇന്ദാന്നുള്ളത്, രണ്ടു അർത്ഥം തന്നെ. വന്നസായി വബിനു മാജ വബിനു ഹിബ്ബാൻ ബിലഫ്ളി ലഅമർതുഹും ബിസ്വാകി മഅൽ വുളൂഇ എന്നുള്ളത്. ഒന്നു കൊടുക്കുന്ന അവസരത്തിൽ ഇന്ദ കുല്ലി സ്വലാത്തിൻ ഓരോ നമസ്കാരത്തിന് നേരത്തും ഒന്നു കൊടുക്കുന്ന അവസരത്തിൽ ഒന്നുവിൻ്റെ ഒരു ഫർളായിക്കൊണ്ട് കൽപ്പിക്കും മിസ്വാക്ക് ചെയ്യുന്നു. ഹദീസിനെ ലാഹിന് വെച്ചിട്ട് വാജിബാണെന്ന് പറഞ്ഞ ഇമാമിയങ്ങളുണ്ട്.
കാരണം തങ്ങളുടെ ആഗ്രഹ പ്രകടനമില്ല. ബുദ്ധിമുട്ടാകുന്ന പേടിച്ചിട്ടാണല്ലോ റൊസ്ത കൊടുത്തത്. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. തങ്ങളെ മല ചുമക്കാൻ പറഞ്ഞാലും നമ്മൾ അതേക്കും. വഫീ റിവായത്തി അഹ്മദിൽ അമർത്തുഹും ബിസ്സിവാക്കി മഅ കുല്ലി വുളൂഇൻ എന്നുണ്ട്. എല്ലാ അർത്ഥം തന്നെ. അപ്പോൾ ഒന്നു കൊടുക്കുന്ന അവസരത്തിലും നിസ്കാരത്തിൻ്റെ അവസരത്തിലും മിസ്വാക്കുണ്ടെന്നായി. വഫീ റിവായത്തിൽ ബസ്സാരി വത്തബറാനി ലഫറൽതു അലൈഹിം മിസ്വാക, മിസ്വാക്കിനെ ഫർളാക്കുമായിരുന്നു ഇൻദ കുല്ലി സ്വലാത്തിൻ. ഏതുപോലെ കമാ ഫുരിദത് അലൈഹിമുൽ വുളൂ, വുളൂ ഉണ്ടാക്കൽ ഫർളല്ലേ എന്നതുപോലെ നിസ്കാരത്തിൻ്റെ ഒരു ഫർളായി കണക്കാക്കുമായിരുന്നു. وعن جابر رضي الله عنه قال قال رسول الله صلى الله عليه وسلم ركعتان بالسواك أفضل, മിസ്വാക്കോടുകൂടി 2 റക്അത്ത് നമസ്കരിക്കാൻ അഫ്ളലാണ് മിൻ 70 റക്അത്തൻ ബിഗൈരി സിവാക്ക്, സിവാക്ക് ഇല്ലാതെ 70 നിസ്കാരത്തിനേക്കാണ്. റവാഹു അബൂ നഈം ബിസ്നാദിൻ ഹസനൻ കമാ ഫീ തർഗീബിൽ മുൻദിരി, അതൊരു കിതാബിൻ്റെയാണ്, തർഗീബ് തർഹീബ്. വലിദാ കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു മിൻ ഇസ്തിമാലിഹി സിവാക്ക്, മിസ്വാക്ക് ഉപയോഗിക്കൽ തങ്ങൾ വർദ്ധിപ്പിക്കുമായിരുന്നു. ഫഫീ സഹീഹി മുസ്ലിമിൻ വഗൈരിഹി അൻ ശുറൈഹ് ഇബ്നു ഹാനിഇ റളിയല്ലാഹു അൻഹു ഖാല ഖുൽതു ലി ആയിഷ റളിയല്ലാഹു അൻഹയോട് ഞാൻ ചോദിച്ചു, ബി അയ്യി ശൈഇൻ കാന യബ്ദഉ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല ബൈത, തങ്ങൾ വീട്ടിലേക്ക് വന്നാൽ ആദ്യം എന്ത് കാര്യമാണ് തുടങ്ങുക? ഖാലത്ത്, ആയിഷ ബീബി പറഞ്ഞു, ബിസ്വാക്ക്, മിസ്വാക്കാണ് ആദ്യത്തെ തുടക്കം. ആശിറൻ, ഇനി 10. അതെ, അത് 2 സുന്നത്തുണ്ട്. അതെ, മിസ്വാക്കോടുകൂടി ചെയ്ത വധുവിന് 70 പ്രതിഫലം കിട്ടും. ഇത് നിസ്കാരമല്ലേ? ആശിറൻ ഹസ്സുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അല തനല്ലുഫി വത്തഖല്ലുലി ബഅദ തനാവുലി തആം, ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്താക്കണം? പല്ലിൻ്റെ അടുക്കുള്ള എല്ലാം വൃത്തിയാക്കണം. അതാ ഫഅൻ അബി അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഖാല ഖറജ അലൈനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ നമ്മൾ പുറപ്പെട്ടു. ഫഖാല ഹബ്ബദൽ മുതഖല്ലിലൂന മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികളിൽ മുതഖല്ലിലീങ്ങൾ വളരെ നല്ല കൂട്ടരാണ്. ഹബ്ബദ എന്ന് പറഞ്ഞാൽ ഒന്നിന് അംഗീകാരം കൊടുത്തിട്ട് അതിനോട് സ്നേഹപ്രകടനം പറയലാണ് ഹബ്ബദ. പിന്നെ അസലെന്താന്ന്? ഹബൂബദ എന്നാണ്. ഹബൂബദ. അപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അതെന്താക്കി ഇദ്ഗാമ് ചെയ്യും. ഹബൂബാനെ പഠിച്ചിട്ട് മുത്തമാസിലേനിയായി എന്താക്കി ഇദ്ഗാമാക്കിയിട്ട് ഹബ്ബ ദാ. അപ്പം ഹബൂബാന്റെ ഫായിലായിട്ട് വരുന്നതാ, അതിനാണ് ഹബ്ബദ വന്നത്. അപ്പോൾ മുത്തഖല്ലിലീങ്ങൾ, എൻ്റെ ഉമ്മത്തിന് മുത്തഖല്ലിലീങ്ങൾ എനിക്ക് വളരെ പ്രിയങ്കരമാണെന്ന് പറഞ്ഞാൽ എന്താന്ന്? ഖാല വമൽ മുത്തഖല്ലിലൂന യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചപ്പോൾ അൽ മുത്തഖല്ലിലൂന ഫിൽ വുളൂഇ വൽ മുത്തഖല്ലിലൂന ഫി തുആമി, 2 വിഷയം പറഞ്ഞില്ലേ? ഒന്ന് വുളൂയിലുള്ള മുത്തഖല്ലിലീങ്ങളുണ്ട്, ഭക്ഷണം കഴിച്ചാലുണ്ടാകുന്ന മുത്തഖല്ലിങ്ങളുണ്ട്. അമ്മ തഖ്ലീലുൽ വുളൂ, അതല്ല ആദ്യം പറഞ്ഞത് ഫൽ മദ്മദതു വൽ ഇസ്തിൻശാഖു വബൈനൽ അസാബിഇ. കണ്ടാ, അവന്ന് വായിൽ വെള്ളം കൊപ്പിളിക്കലുണ്ട്, മൂക്കിന് വെള്ളം കയറ്റി ചീന്തലുണ്ട്, ബലലിൻ്റെ ഇടയിൽ തഖ്ലീൽ. ഇതാണ് വുളൂയിൽ ബാധിക്കുക. വഅമ്മ തഖ്ലീലു തആമിലെ രണ്ടാമത് പറഞ്ഞത് അത് ഫമിന തആം, ഭക്ഷണം കഴിച്ചതിന് ശേഷം അതിൻ്റെ അവശിഷ്ടങ്ങൾ വായിന്ന്. ഇന്നഹു ലൈസ ശൈഉൻ അസദ്ദ അലൽ മലക്കൈൻ, 2 മലക്കിന് ഇത്ര കഠിനമായ പ്രയാസമുള്ള ഒന്നുമില്ല. മിൻ അൻ യറയാ ബൈന ഹസ്നാനി സാഹിബിഹിമ, ഈ മലായിക്കത്തിൻ്റെ കൂടെയുള്ള സാഹിബുണ്ടാവില്ല, ഓരോ മനുഷ്യൻ ഓരോ കാണുന്ന ഇവൻ്റെ ബായി നിറച്ച് വെച്ചില്ല, തിന്ന ഭക്ഷണത്തിൻ്റെ ബാക്കിയും അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ പായിലും പല്ലിലെല്ലാം ഉണ്ട്. കാരണം മനുഷ്യനിക്ക് ബിസിനസ്സിൻ്റെ കടപ്പം കൊണ്ട് ഒന്നിനും നേരെയില്ലല്ലോ. തിന്നാനും നേരില്ല, തൂറാനും നേരില്ല, നിക്കരിക്കാനും നേരില്ല, പല്ലെടുക്കാനും നേരില്ല. പൈസ ഉണ്ടാക്കലേ പൈസ ഉണ്ടാക്കലേ. എന്തിനാ പൈസ? അതിന് മലായിക്കത്തിന് കണ്ട ഇത്ര മലക്കുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന പല സാധനമില്ല. മനുഷ്യൻ്റെ കൂടെയുള്ള മലായിക്കത്തിനെ പറ്റിയാണ് പറയുന്നത്. വഹുവ ഖായിമൻ യുസല്ലി, ഇവ നിക്കരിക്കുന്നുണ്ട്. അപ്പോൾ മലായിക്കത്ത് എന്താണ് നിർബന്ധത്തിന് എന്താക്കും? എങ്ങനെയോ മനസ്സില്ല മനസ്സോടെ സഹിച്ചിട്ട് അവിടെ ഉറക്കം നടക്കുന്നതാണ്.
റവാഹു തബറാനി ഫിൽ കബീർ, കബീർ കിതാബിൻ്റെ പേര് ഹദീസിൻ്റെ. വറവാഹുൽ ഇമാം അഹമ്മദ് മുഖ്തസറായിട്ട് കമാഫി തർഗീബ്. അതുകളെ തീർന്നു. മനസ്സിലായി ഞാൻ. ഇനി ജമാലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത ഭംഗിയാണ്. അത് കുറേ മുമ്പും കുറച്ചും കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് അടുത്ത് വരാൻ പോകുന്നൊരു ബാബിനോട് കൂട്ടിയിണക്കാനാണ് പ്രകാരം തുടങ്ങി വെക്കുന്നത്. എന്നൽ അതാ തജമ്മുലുഹു, ജമാലുള്ളപ്പം തന്നെ എന്താക്കുക, ജമാലിനെ തങ്ങൾ വർദ്ധിപ്പിക്കും. വസ്ത്രധാരണയിലും കുളിച്ചിട്ടും മുടി ചീകിയിട്ടും അത്തർ തേച്ചിട്ടെല്ലാം. ഇന്നല്ലാഹ തആല ഖലഖ സയ്യിദന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അജ്മലി സൂറത്തിൻ ബശരിയ്യ. ഒരു ബഷറിന് അല്ലാഹു തആല ഏറ്റവും സുന്ദരമായ രീതിയിൽ അതിനപ്പുറം കൊടുക്കാനില്ല. ആ രീതിയിൽ അല്ലാഹു തആല പഠിച്ചിട്ടുണ്ട്. വാക്കമൽ ഖിൽഖത്തിൻ ആദമിയ്യ, ആദമീശാണ് മനുഷ്യൻ തന്നെ, മനുഷ്യൻ്റെ ഖിൽഖത്തിൽ. ഇന്തവത്ത് ഫീഹി ജമീഉൽ മഹാസിനുൽ മുബദഅത്ത്, അല്ലാഹു തആല പടച്ചു വെച്ച ഒരു ശാരീരിക ഭംഗി എന്തെല്ലാം വേണം അത് മുഴുവനും തങ്ങളെ ദാത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. വൽ ഫദാഇൽ വൽ കമാലാത്ത്, അത് മാനവിയാണ്. എന്തെല്ലാം ഫദായിലുണ്ട്, ഇൽമ് വേണമോ, ശുക്ർ വേണമോ, തൗബ വേണമോ, തവക്കുൽ വേണമോ, അങ്ങനെ കമാലാത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം. അപ്പം അക്രം ബി ഖൽഖി നബിയ്യിൻ സാനഹു ഖുലുഖൻ ബിൽ ഹുസ്നി മുസ്തമിലിൻ ബിൽ ബിശ്രി മുത്തസിമി, എല്ലാവരും ഒരുമിച്ചുകൂടിയിട്ടുണ്ട്. ഖാല അല്ലാഹു തആല യസീദു ഫിൽ ഖൽഖി മാ യശാ, സൃഷ്ടിപ്പിനെ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഉള്ളിടത്തോളം കൂടെ കൊടുത്തു. ആയത്തിൽ പറഞ്ഞ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പോൾ ഫഹുവ സുബ്ഹാനഹു വ തആല യസീദു ഫീ കമാലിൽ ഖൽഖി വ ജമാലിഹി മാ യശാഉ യസീദ. ഒരു സൃഷ്ടിപ്പിൽ കമാലിനും ജമാലിനും ആവശ്യമായ അല്ലാഹു തആല കൂട്ടിക്കൊടുക്കും. വഖദ് സാദ സുബ്ഹാനഹു വ തആല ഫീ ജമാലി ഖൽഖി ഹാദൻ നബിയിൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാസിനിഹി, തങ്ങളുടെ സൃഷ്ടിപ്പിൻ്റെ അഥവാ ബാഹ്യ ശരീരത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ കമാലിലും ജമാലിലും തങ്ങളെന്താ അല്ലാഹു തആല എന്താക്കി വർദ്ധിപ്പിച്ച്. ഹത്ത അഅ്തനാ ദിർവതൽ ഖൽഖിൽ ഹസനിൽ കരീം, മേത്തരം ഭംഗിയുടെ ഉന്നതമായ പദവിയിലേക്ക് തങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഏതുപോലെ കമാ സാദ സുബ്ഹാനഹു വ തആല ഫീ കമാലി ഖുലുഖിഹി, അടഖുവദ് സ്വഭാവത്തിൻ്റെ കമാലിൻ്റെ വിഷയത്തിലും അല്ലാഹു തആല കൂട്ടി. ഹത്ത അഅ്തനാ ദിർവതൽ ഖുലുഖിൽ അലീം, ഇപ്പം പറഞ്ഞത് ഖൽഖ് ഖുലുഖ്. ഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല വ ഇന്നക ലഅലാ ഖുലുഖിൻ അലീം. അലാ എന്നല്ല പറഞ്ഞ, ഖുലുഖിൻ്റെ മേലിയ തങ്ങളുണ്ട്. വലഖദ് അജ്മഅത് കലിമത്തു സഹാബത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ കലിമത്ത് എല്ലാം ഇജ്മാ ആണ്. എങ്ങനത്തെ സഹാബത്താണ്? അല്ലദീന വസഫൂഹു, തങ്ങളെ മദ്ഹ് പറഞ്ഞ, അലാ അന്നഹു ലം യുറ ഖബ്ലഹു വലാ ബഅദഹു മിസ്ലഹു, തങ്ങൾക്ക് മുമ്പോ ഇനി ശേഷമോ തങ്ങൾക്ക് തുല്യമായ ഒന്ന് കാണപ്പെടുകയും ചെയ്യില്ല. ഖാല അമീറുൽ മുഅ്മിനീൻ അലിയ്യൻ കറമല്ലാഹു വജ്ഹഹു, ഇത് മുമ്പ് പറഞ്ഞ ഹദീസ് തന്നെയാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ലൈസ ബിൽ ഖസീരി വലാ ബിൽ തവീൽ. മുമ്പ് നമ്മൾ ഇപ്പം ഇതിൽ തന്നെ മൂന്നാമത്തെ ആവർത്തനമാണ്. ലഹ്മുർ റഅസി, തല വണ്ണമുള്ളവർ എന്ന് വെച്ചാലോ തല കുറുകിയിട്ട് അതിനർത്ഥം എന്താണെന്നോ അതിൻ്റെ തലയിലൊന്നുമില്ല, കുറുകി ചിന്ത ചെയ്തേക്കുമ്പോൾ. ഷസ്നുൽ കഫൈനി വൽ കദമൈൻ എന്ന് പറഞ്ഞാൽ മുങ്കയ്യൻ്റെയും കദമേൻ്റെയും ആ പേശികൾ എന്താണ് നല്ല കട്ടിയുണ്ട്, കുറച്ചൊന്നുമില്ലാണ്ട്. വൽ കറാദീസ് എന്ന് പറഞ്ഞാൽ എന്താ? അലീമുൽ കഫൈനി വൽ കദമൈനി. കറാദീസ് എന്ന റൂസുൽ ഇലാം, എല്ലുകളെ ജോയിൻ്റ് ഉണ്ടാകുമല്ലോ, അപ്പം മാംസപേശി. ചുരുക്കത്തിൽ പൂർണ്ണ ആരോഗ്യത്തിൻ്റെ മേൽ അറിയിക്കുന്നു. മുശറബം വജ്ഹുഹു ബിഹുംറത്തിൻ, തങ്ങളുടെ മുഖം ചുവപ്പോട് കലർത്തപ്പെട്ടിട്ടുണ്ട്. തവീലുൽ മസ്റബത്തി, ഇത് മുമ്പ് ഓതി തന്നെയാണ്. മസ്റബത്ത് ഏതായി പൊക്കളും താഴോട്ടുള്ള ഈ പൊക്കളിൻ്റെ അവിടെ നിന്ന് മുതൽ നെഞ്ഞുവിനെ കൊട്ടി ചേർക്കുന്ന ഒരു ദേഹ രോമത്തിൻ്റെ. ഇദാ മശാ തകഫഅ കഅന്നമാ യഖലഉ മിൻ സഖറിൻ, ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങുന്നത് പോലെ തോന്നിക്കുന്ന നടത്തം കണ്ടാൽ. ലം അറ ഖബലഹു വലാ ബഅദഹു മിസ്ലഹു, അതാണ് നമ്മുടെ ബാബിൻ്റെ വിഷയം. ആര് തങ്ങളെപ്പറ്റി മദ്ഹ് പറഞ്ഞാലും എന്ത് പറയും? ലം അറ ഖബലഹു വലാ ബഅദഹു മിസ്ലഹു.
وقال البراء بن عازب رضي الله عنه كان النبي صلى الله عليه وسلم أحسن الناس وجها وأحسنهم خلقا ليس بالطويل البائن ولا بالقصير متفق عليه. وقال أبو هريرة رضي الله عنه ما رأيت أحسن من رسول الله صلى الله عليه وسلم തങ്ങളെക്കാൾ അഹ്സനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. كأن الشمس تجري في وجهه സൂര്യൻ തങ്ങളെ മുഖത്തിൽ കൂടി ഒഴുകുന്നുണ്ടോ തോന്നിപ്പോകും അതിൻ്റെ ശോഭ കണ്ടാൽ. ഇനി അതോടൊപ്പം തജമ്മുലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഭംഗി സിദ്ധിക്കലുണ്ടല്ലോ. അപ്പം തബഈയായ ഭംഗി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഥവാ അംറുഹു ബിദാലിക അതുകൊണ്ട് കൽപ്പിച്ചിട്ടുമുണ്ട്. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യതജമ്മലു തങ്ങളെ ഭംഗി സിദ്ധിക്കും. എങ്ങനെ? വയഉമുറു അസ്ഹാബഹു ബിതജമ്മലി ഭംഗിയാവൽ കൊണ്ട് തങ്ങൾ കൽപ്പിക്കുകയും ചെയ്യും. അതാ വകാന യുഅക്കിദു ദാലിക ഫിൽ മുജ്തമഅതി വൽ മുഖാബലാതി ആമ്മതൻ പൊതുപരിപാടികളുണ്ടല്ലോ, ആളുകൾ ഒരുമിച്ച് കൂടുന്നതും ഇതൊക്കെ പൊതുസമ്മേളനം, അതിൽ പ്രത്യേകിച്ചും വഫിൽ ജുമഅ വൽ അയാദി ഖാസത്തൻ ജുമഅ പെരുന്നാളിന് പ്രത്യേകിച്ചും രണ്ടവസരമായി. മറ്റേത് അമ്മായി റവൽ ബൈഹഖിയു അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാനത്ത് ലഹു ഹുല്ലത്തുൻ തങ്ങൾക്ക് ഒരു കൂട്ട് വസ്ത്രം ഒരവസരത്തിൽ ധരിക്കുന്ന സെറ്റുണ്ടല്ലോ, അതാ ഹുല്ലത്ത്. യൽബസുഹാ ലിൽ ഈദൈനി രണ്ട് പെരുന്നാൾക്ക് ധരിക്കും, വൽ ജുമാഅക്കും ധരിക്കും. വറവ ഇബ്നു സുന്നി അന്ന ആയിഷത റളിയല്ലാഹു അൻഹ അന്നൻ നബിയ അപ്പോൾ പെരുന്നാൾക്ക് പ്രത്യേക വസ്ത്രം ഉണ്ടെന്നായി. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറദ ദാത യൗമിൻ ഇലാ ഇഖ്വാനിഹി ഇഖ്വാനികളെ കൊണ്ട് പുറപ്പെടുകയാണ്. ഫനദറ ഫീ കൂസിൻ മിൻ മാഇൻ അങ്ങനെ വെള്ളത്തിൻ്റെ ഒരു കൂസിൽ ഞങ്ങൾ നോക്കിയത് കണ്ണാടിക്ക് പകരം വെള്ളത്തിലേക്ക് നോക്കിയാൽ മുഖം കാണുമല്ലോ. ഇലാ ലുമ്മത്തിഹി തങ്ങളുടെ മുടിയിലേക്ക്, മുടി അലങ്കോലപ്പെട്ട് പോയിട്ടുണ്ടോ നോക്കാൻ. അയിലാ ഷഹരിഹി വഹൈഅത്തിഹി അതിൻ്റെ കോലം എങ്ങനെയുണ്ട്. എന്നിട്ട് സുമ്മ കാല പറഞ്ഞു ഇന്നല്ലാഹ ജമീലൻ യുഹിബ്ബുൽ ജമാൽ അല്ലാഹു തആല ജമീൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉലൂഹിയത്തിൻ്റെ റുബൂബിയത്തിൻ്റെ പദവിയാണ് അല്ലാഹു തആലാക്ക് കൊടുക്കുന്നത്. ഒരു നിലക്ക് പറഞ്ഞാൽ മൗജൂദായ ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പദവി ഏതാണ്? ഉലൂഹിയത്ത്, റുബൂബിയത്ത്. അത് അള്ളാഹ്ക്ക് മാത്രം, അള്ളയെ മൗജൂദിലുള്ളൂ. ഈ മഖ്ലൂഖാത്തിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാനുള്ള ഏറ്റവും വലിയ പദവി കൊടുക്കുന്നെങ്കിലോ അള്ളാഹിൻ്റെ റിസാലത്ത് റസൂലുള്ളാഹി. അതിൽ തന്നെ പല തട്ടുണ്ട്. അതിൽ തന്നെ റസൂലുള്ളാഹി ആകലോടുകൂടി ഹബീബുല്ലാഹി ആകലി അത് തങ്ങൾക്കുള്ള പദവിയല്ലേ, അതാണ്. അപ്പോൾ അങ്ങനെ അല്ലാഹു തആലാൻ്റെ ആ പദവിക്ക് നിരക്കാത്ത എന്തെല്ലാം കാര്യങ്ങളും മറ്റേ സിഫാത്തുകളും എന്തെല്ലാം ഉണ്ടോ അതിനെ തൊട്ടെല്ലാം അല്ലാഹു പരിശുദ്ധനാണ് എന്ന്. അപ്പം തൻസീഹായി. ഇദാ ഖറജ അഹദുക്കും നിങ്ങളിൽപ്പെട്ട ഒരാൾ പുറപ്പെട്ടാൽ ഇലാ ഇഖ്വാനികളേക്ക് പുറപ്പെട്ടാൽ ഫൽയതഹയ്യഗ് ഫീ നഫ്സി ഓന് സ്വയം ഒന്ന് ഒരുക്കണം. മുടിയെല്ലാം ചെയ്യുക, ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് ഒരുക്കം ചെയ്യണം എന്ന് പറഞ്ഞു. ഒന്നൂർ സറഹൽ മനാവി അൽ ജാമി സഗീർ. അതാ ഈ തജമ്മുൽ എന്ന് പറഞ്ഞില്ലേ, തങ്ങൾ കൽപ്പിച്ചെന്ന് പറഞ്ഞാൽ എന്താ ഈ തജമ്മുൽ? ഹുവൽ അഖദു ബിമാ യഹഫദു അലൽ ഇൻസാനി ജമാലഹു അവൻ അല്ലാഹു തആല കൊടുത്ത ജമാലിനെ കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായ എന്തെല്ലാം വസ്ത്രധാരണ, അതുപോലെ തന്നെ കടയാനുള്ള മുടിയാണെങ്കിൽ മുടി, നഖം മുറിക്കലാണ് നഖം മുറിക്കൽ, ഇതെല്ലാം വൃത്തിയാക്കൽ. പിന്നെ വൽ മുഅ്ദു അമ്മാ യസീനുഹു ഫീ മൻദരിഹി വഹൈഅത്തിഹി കാഴ്ചപ്പാടിൽ ഒരാളെ നോക്കുന്ന അവസരത്തിൽ ഒരു അഭംഗി തോന്നിക്കുന്ന കാര്യങ്ങളെ ഒഴിവാക്കുക. തജമ്മുൽ ജമാൽ സിദ്ധിക്കൽ. അപ്പം അതിന് അത് കുറച്ച് പ്രയാസപ്പെടലാണ് തജമ്മുൽ. തഫഉൽ ബാബ് ഉപയോഗിച്ചു. വഅഖ്റജ അബൂ നുഐം വൽ വാഖിദിയു അൻ ജുൻദുബ് ഇബ്നു മഖീസ് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന ഇദാ ഖദിമ അലൈഹി വഫുദ് വല്ല സംഘങ്ങളും വരുന്നുണ്ട് പല നാട്ടിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. അന്ന് വരുമ്പോൾ ലബിസ അഹ്സന സിയാബി നല്ല വസ്ത്രം നോക്കിയിട്ട് ധരിക്കും. വഅമറ അസ്ഹാബഹു ബിദാലിക അസ്ഹാബിമാരോടും പറയും നിങ്ങൾ മസ്ജിദ് വന്നു. ഫറഅയ്തുഹു വഫദ അലൈഹി വഫദു കിന്ദ എന്ന് പറഞ്ഞ ഒരു കബീലുണ്ട്. വഫദ് വന്നതായിട്ട് ഞാൻ കണ്ട്. ആരാ പറയുന്നത്? ജുൻദുബുൽ മഖീസ പറയുന്നു. കണ്ടപ്പോൾ വഅലൈഹി ഹുല്ലത്തുൻ യമാനിയ യമനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കൂട്ടം വസ്ത്രമുണ്ട്.
പിന്നെ വാല അബീബക്കരും ഉമറും മിസ്ലാലിക്, അബൂബക്കറും ഉമർ റളിയല്ലാഹു അൻഹുമയും അപ്രകാരം ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നിച്ചില്ല ആള് ദാലിക് മൂന്നൂൽ ജുസൽ അവല മിന തറാത്തീബ്. വഖദ് ബയ്യന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന ഹുസ്ന الصمت والزي الحسن من شمائل الانبياء. നല്ല കാഴ്ചക്കുള്ള ഭംഗിയും അതുപോലെ വസ്ത്രധാരണയുടെ ആ ഡീസൻ്റ് ഉണ്ടല്ലോ, അത് അമ്പിയാക്കളുടെ ശമാലിൽപ്പെട്ടതാണ്. അല്ല ഒരാൾ പോലീസായിട്ട് വന്നാൽ എൻ്റെ അടുത്ത് നോത്താലും ഞങ്ങൾ പാൻ്റ് ഇട്ടാൽ നിറക്കുള്ള, ട്രൗസർ ഇട്ടാൽ നിറക്കുള്ള, പിന്നെ ടീഷർട്ട് ഇട്ടാൽ നിറക്കുള്ള ഓന്നോളൊന്നേ ഉള്ളൂ. ആ നയം ശരിയല്ല എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. അല്ല ചിലർക്ക് ഉണ്ടാവും, എന്താ കന്തൂർ കെട്ടണം, കുപ്പായണം, കുപ്പായത്തിൻ്റെ കൈ കൊടുക്കണം, തലക്കെട്ട് കെട്ടണം എന്ന് പറഞ്ഞാൽ അതെല്ലാം ആൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പിള്ളേരെന്നായിക്കോട്ടെ കണ്ടാൽ നാലാൾ കണ്ടാൽ ഒരു ഇമാമത്ത് നിർത്താനോ അല്ലെങ്കിൽ ഒരു കോലവും ചേരും പണ്ടേ. ഉസ്താദ് ഞങ്ങളെ കോളേജിൽ നിന്ന് ഒരെണ്ണത്തിനോ ഒഴിവാക്കിയാണ് അതുകൊണ്ടാണ് പാനൂര് ബോളടിക്കാൻ പോകുന്ന പോലത്തെ തന്നെ ഓതാനിക്കാരും വെച്ചു. കണ്ടാൽ ഇവൻ എന്തെങ്കിലും ഗീതാ ബോധിയിട്ടുണ്ടോ എന്തോ ഉണ്ടോന്ന് എന്തോ ഒരു അടയാളം പണ്ടേ. അത് പോലീസായിട്ടാ പറയുന്നു. ഓരെന്താകെ നിരക്കുള്ള ഒരു ചടിയിട്ട് വന്നാൽ നിരക്കുള്ള ഞാൻ ഓടിക്കൊടുക്കും. അങ്ങനെ ഓടിക്കൊടുക്കണ്ട. അമ്പിയാക്കളെ ശമായിലാണ് വഹിസാലിഹിമുൽ അസീല, ഒരു അസലിയായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. റവത്ത് തിർമിദി അൻ അബ്ദുല്ലാഹ് ബിൻ സർജിസ് റളിയല്ലാഹു അൻഹു അന്നൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ ഹദിയ സ്വാലിഹ. അതാ ഒന്ന്. വൽ ഇഖ്തിസാദ, ഇഖ്തിസാദ് എല്ലാത്തിൻ്റെ മിതം. അതിന് വ്യാഖ്യാന ശറഹിൽ പറയും ജുസ്ഉ മിൻ 25 ജുസ്അൻ മിനൻ നുബുവ്വ. നുബുവ്വത്തിന് 25 ഓഹരി വെച്ചാൽ അതിൽപ്പെട്ട ഒരോഹരിയാണ് 1/. അപ്പം 4%. 25-ൽ 1 എന്ന് പറയുമ്പോൾ എത്രയും 100ലേക്ക് ചേർത്ത 4 അല്ലേ, 4%. 96 മറ്റു കാര്യങ്ങൾ. അത് അതിനർത്ഥം പറയുന്നത് അമ്മൽ ഹുസ്നുൽ സംത്ത് എന്ന് പറഞ്ഞാൽ വഹുവ കമാ ഖാലൽ മനാബി ഇമാം പറയുന്നു ഹസനുൽ ഹൈഅത്തി വൽ മൻളർ, കാഴ്ചക്ക് തന്നെ നല്ല ഒരു ഡീസൻറ്റ്. വാസലു സംത്ത് എന്ന് പറഞ്ഞാൽ, സംത്ത് എന്ന് പറഞ്ഞാൽ എന്താ, തരീക്ക് മാർഗം എന്നാണ് ഇതിൻ്റെ സംത്ത് എന്ന് പറഞ്ഞതിൻ്റെ ബാക്കിൻ്റെ അർത്ഥം. സുമ്മസ്തുഈന ലിസയ്യിൽ ഹസൻ, നല്ല ഭംഗിയുള്ള വസ്ത്രധാരണക്ക് ഇസ്തിആറത്താണ്. ഇസ്തിആറത്ത് അറിയില്ലേ, തസ്ബീഹാക്കുക, തസ്ബീഹും ബലീഗാക്കുക, എന്നിട്ട് അത് തന്നെയാണ് ഇത് നിങ്ങളുടെ പറഞ്ഞു വെക്കുക. അപ്പം അസിൽ ഏതാണ്, മാർഗം എന്നേ അർത്ഥമുള്ളൂ. ഇസ്തിആറത്ത് ചെയ്തിട്ട് വൽ ഹൈഅത്തുൽ മുസ്തലാഫിൽ മൽബസ് വഗൈരിഹി, വസ്ത്രധാരണയിലുള്ള എന്ന കോലുണ്ടല്ലോ ഹൈഅത്ത്, അതിനെ ഉപയോഗിച്ചത്. അപ്പം ചുരുക്കത്തിൽ ആ വ്യക്തി പേഴ്സണാലിറ്റി കാണില്ലേ. വമ്മൽ ഹദിയു സാലിഹു, ഇത് ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഇന്നൽ ഹദിയ സാലിഹ എന്ന് പറഞ്ഞില്ലേ, അതെന്താ, ഫഹുവ സീറത്തു സവിയ്യ, ഇഫ്റാത്തും തഫ്രീത്തും ഇല്ലാതെ കണ്ട് മധ്യ നിലക്കുള്ള അവൻ്റെ ജീവിതം. സിയറുൽ ഹസൻ. വമ്മൽ ഇഖ്തിസാദു എന്ന് പറഞ്ഞില്ലേ, രണ്ടാമത് പറഞ്ഞത്, അത് അവൽ ഖസ്ദ് എന്നും പറയും. ഫഹുവ തവസ്സുതു ഫിൽ ഉമൂർ, ഏത് കാര്യത്തിലും മധ്യം. ഇങ്ങനെ ഇഫ്റാത്തും ഇല്ല തഫ്രീത്തും ഇല്ല, കളരിക്ക് പുറത്തുമില്ല കോഴിക്കള നെഞ്ഞത്തും ഇല്ല എന്ന് പറഞ്ഞ മതി. ഇഫ്രാത്ത് ഏതാന്ന്, വേണ്ട സാധനം കുറച്ച് കൂടി പോക്ക്, വേണ്ട സാധനം അത്രയും അളവ് ഇല്ലാണ്ടിക്കലാണ് തഫ്രീത്ത്. രണ്ടിനടുക്കും പറ്റൂല. ഇത് വിലക്കാൽ ജൂദ് എന്നുള്ളതാണ് ഇഖ്തിസാദാണ്. അത് ഇമാം ഹയ്യ വിശാലമായിട്ട് സംസാരിക്കും. ഫഇന്നഹു വസതും ബൈനൽ ബുഖലി വൽ ഇസ്റാഫി, ഒരു ഭാഗത്ത് എന്തുണ്ട്, ബുഖലുണ്ട്, അതേതാ തഫ്രീത്ത്. ഇസ്റാഫ് ഏതാണ്, ഇഫ്രാത്ത്. ഇത് രണ്ടിന് നടക്കുന്ന ഒരു നടുത്തരമാണ്, 90 ഡിഗ്രിയാണ് ഇത് ജൂദ്. വശജാഅത്ത് എന്നുള്ളത് വസ്തുൻ ബൈനൽ ജുബനി വ തഹബ്ബുരി, വേണ്ടുന്നതിനും വേണ്ടാത്തതിനും കുഴപ്പമുണ്ടാക്കി അടിനല്ലുണ്ടാക്കലാണ് ഇത് തഹബ്ബുർ. രംഗത്തിറങ്ങാതെ കണ്ട് അട്ടത്ത് കയറി ഒളിക്കലാണ് ഏത് ജുബുന്, പേടിച്ചിട്ട്. ഇത് രണ്ടും പറ്റൂല. അതിനടുക്കാത്ത ഇത് വഹാക്കഥ അഥവാലിക്ക് അങ്ങനെയും പറയും. വമ്മ തൂതത്ത് ഏതാണ്, തൂതത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വരാൻ പോകുന്നുണ്ട്.
എല്ലാത്തിനും ഒരു സാവധാനം, ഒന്നും തിരക്കൂട്ടലില്ല. അതാണ് ഫിൽ ഉമൂർ, ഏതൊരു കാര്യത്തിലും കുറച്ച് വീണ്ടും വിചാരം ചെയ്യലും, വദമുൽ ഇസ്തിഅജാലി ഫീഹാ, അതിൽ തിരക്ക് കൂട്ടാതിരിക്കലും. നിങ്ങളെ പോത്തുണ്ട് വെച്ചിട്ട് കിടക്കും റോഡുമ്മൽ കഴിയുന്നോട്ട് ഒന്നോ പതിനെ കുട്ടിയെ കൂട്ടിയിട്ട് വന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ പറ്റിയിട്ടെങ്കിൽ പോത്ത് പെറൂലല്ലോ. അതിനാ നിയതമയ്യന ലഹു അവാഖിബുഹ, ഏതൊരു കാര്യത്തിനും ആഖിബത്ത് എന്താകും എന്ന് തിരിയാനും, വശദ്ദിഹ ബഖൈരിഹ, ഖൈറും ശർറും വേർതിരിക്കാനും കുറച്ചൊരു ആലോചിച്ച് ചെയ്യാന്ന് പറയുന്നു. അതാ വാക്കിന്റെ കൃത്യമായ കിട്ടിയിട്ടില്ല, അത് നോക്കാം. അപ്പൊ അടുത്ത് വരാൻ പോകുന്ന ഹദീസും കൂടെ മുമ്പ് വ്യാഖ്യാനം ചെയ്യുന്നു. എടേ വഫീ റിവായത്ത് മാലിക് ഫിൽ മുവത്തഇ അൽ ഖസ്ദു, അപ്പുറം ഇഖ്തിസാദ് എന്ന് പറഞ്ഞതും ഇവിടെ പറഞ്ഞ കസ്റ്റം ഒന്നാന്ന് ഇപ്പം പറഞ്ഞില്ലേ. പിന്നെ വത്തുഊദത്തു വഹസ്നുൽ സംത്ത് ജുസ്ഉം മിൻ 25 ജുസ്ഉം മിൻ അൻ-നുബുവ്വ, നുബുവത്തിന്റെ 25 വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുൻകിറു അലാ മൻ അർദന ഹൈഅതഹു ലിശൈൻ, ഒരു വഷളാകുന്ന മോശമാകുന്ന രീതിയിൽ ഹൈഅത്തിനെ ഉണ്ടാക്കിയാണ് തങ്ങൾ ഇൻകാറാക്കിയിട്ടുണ്ട്. അതാ ഫഫിൽ മുവത്തഇ ബാബു മാ ജാഅ ഫി ലുബ്സി സിയാബി ലിൽ ജമാലി വിഹാ, വസ്ത്രം ഭംഗിയുള്ള വസ്ത്രം അതുകൊണ്ട് ചമയാൻ വേണ്ടിയിട്ട് വസ്ത്രം ധരിക്കൽ എന്ന ബാബ് ഒരു പ്രത്യേക ബാബാണ്. വിഹ എന്ന് പറഞ്ഞതുകൊണ്ട് സിയാബ് കൊണ്ട് തജമ്മുലുണ്ടാക്കാൻ വേണ്ടി വസ്ത്രം ധരിക്കല്. എന്നിട്ടോ സുമ്മ അസനദ, അങ്ങനെ മുവത്തയിലെ അതിസ്നാദ് പറഞ്ഞില്ല ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമാ. അപ്പം മുവത്തയിൽ എൻ്റെ സനദ് ഉണ്ടാകും. കാല, ജാബിർ തങ്ങൾ പറയുന്നു, ഖറജ്ന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളോടൊപ്പം പുറപ്പെട്ട ഫീ ഖസ്വത്തി അൻമാർ യുദ്ധത്തിന്. എന്താ സംഭവം? കാല, ജാബിർ പറയുന്നു റളിയല്ലാഹു അൻഹു, ഫബൈന അനാ നാസിലു തഹത ഷജറത്തി, ഒരു തണൽ മരത്തിന്റെ കീഴിൽ നമ്മൾ ഇറങ്ങി. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ തങ്ങളെത്തി. അപ്പൊ നമ്മൾ എന്താക്കും? തങ്ങൾക്ക് വേണ്ടി തണൽ കുടിച്ചു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹി ഹലുമ്മ ഇലന്നില്ലി, ഇവിടെ തണലുണ്ട്, ഇങ്ങോട്ട് വന്നു. കാല ഫനസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ തണലത്ത് ഇറങ്ങി. ഫഖുംതു ഇലാ ഖറാറത്തിൻ, ഞാൻ എന്താക്കി, ഒരു ബാഗ്. ഖറാറത്ത് എന്ന് പറഞ്ഞാൽ ഒരു ബാഗ്. ഇതാ അവിടെ ലറുഫുൻ ഷബീഹുൽ ലിദ്ലി, ചാക്കുണ്ടല്ലോ സാധാരണ നടക്കുന്ന ചാക്ക്, ആ ചാക്ക് പോലത്തെ ഒരു ലറുഫാണ്, ഒരു പാത്രം, ഒരു കവർ. ആ കവറിലേക്ക് വന്നിട്ട് ഫൽതമസ്തു ഫീഹ, അതിലൊന്ന് പരതി നോക്കി, ഷൈഅൻ എന്തുണ്ടോന്ന്. ഫവജത്തു ജിർവ കിസായി, നോക്കുമ്പോൾ ഒരു കക്കരിക്ക കിട്ടി. കക്കരിക്കൻ്റെ ചെറിയത് എന്താ, വജദ ഫിൽ നദ്ലി മിനൽ ഖിസാഇ, കക്കിരി. വഹബ ഇസ്മല്ലിമായി യുക്കാനുള്ളഹു ഖിയാർ എന്നും പറയും, അജൂർ എന്ന് പറയും, ഫുക്കൂസ് എന്ന് പറയും. ഇതെല്ലാം തന്നെ അത് വെജിറ്റബിൾ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന മതിയാക്കോ ഖിയാർ എന്ന് പറഞ്ഞാൽ അറിയില്ല, കക്കിരി അകട്ടി. എന്നെന്താ കളി, ഇത് മുറിച്ചിട്ടോ ഹജക്കാനാ പോകുന്നു. അപ്പം കസർത്തുഹോ, ഞാനത് മുറിച്ച്. സുമ്മ ഖറബഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അടുത്തുകൊണ്ട് വെച്ച്. ഫഖാല, തങ്ങൾ ചോദിച്ചു, മിൻ അയിനിലേക്ക് മദാ, ഇത് എവിടുന്ന് കിട്ടിയെന്ന് ആദ്യത്തെ ചോദ്യം പറഞ്ഞു. ഫഖുൽതു ഖറജ്നാ ബിഹി യാ റസൂലല്ലാഹ് മിനൽ മദീനയിൽ നിന്ന് പുറപ്പെടുന്നതിൻ്റെ കയ്യിലുള്ളതാന്ന് പറഞ്ഞു. അത് അന്നത്തെ സംഭവം തന്നെ പറഞ്ഞത്. കാല, ജാബിർ പറയുന്നു, വൈന്ദന സാഹിബുല്ലന, നമ്മളെ ഒരു കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. നുജഹിസുഹു യദ്ഹബു ജർഅ, ആട്ടിനെയും മറ്റും മേയ്ക്കാൻ വേണ്ടിയിട്ട് അയാളിങ്ങനെ പുറപ്പെടും. അപ്പോൾ അയാളെന്താക്കും, നമ്മൾ പറഞ്ഞേക്കും. കാല ഫജഹസുഹു, അങ്ങനെ യാത്ര അയച്ചു. സുമ്മ അദ്ബറ യദ്ഹബു ഫിൽ ദഹർ, അയാളിങ്ങനെ പിന്നാമ്പറം പോയി. വഅലൈഹി ബുർദാനി ലഹു ഖദ് ഖലിക, ഈങ്ങി മുഷിഞ്ഞ 2 ബുർദുണ്ട് അദ്ദേഹത്തിൻ്റെ മേലിൽ. അവിടെ നമ്മളെ ബാബ് ബലിയ എന്ന് പറഞ്ഞാൽ നിർമ്മിതം എത്തിന്. കാല ഫനളറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈഹി, അത് വിട്ടിട്ട് പോകുന്ന ആളിലേക്ക് നോക്കി. ഫഖാല അമാലഹു സൗബാനി ഗൈറു ഹാദൈനി, ഈ 2 വസ്ത്രം അല്ലാതെ വേറെ വസ്ത്രം അദ്ദേഹക്കൊന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചത്. ഫഖുൽതു, അപ്പം ജാബിർ തങ്ങൾ പറഞ്ഞെന്താ, ബല യാ റസൂലല്ലാഹ്, ഉണ്ട്. ലഹു സൗബാനി ഫിൽ ഐബത്തി, ബേഗിൽ 2 വസ്ത്രമുണ്ട്. കസൗത്തുഹു ഇയ്യാഹുമ, ഞാനാന്ന് അദ്ദേഹത്തെ ധരിപ്പിച്ചതെന്ന് പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു, ഐബത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ബാഗ്, അൽ മുസ്തൗദഉൽ ഇസ്ലാം, ഹാൻഡ് ബാഗ്. ബി ഫത്ഹിൽ ഐനി വസുകൂനി തഹതിയ്യതി ഫമുവഹദ ഐബത്ത്.
ഗൈബ് എന്ന് വായിക്കണ്ട, 2 വസ്ത്രം ഉണ്ടെന്നില്ല. കാല അപ്പം തങ്ങൾ പറഞ്ഞ ഫതുഹു, അയാൾ ഇങ്ങോട്ട് മടക്കി വിളിക്കുന്നു. എന്നിട്ടോ ഫമുർഹു ഫൽയൽബസുഹുമ, അദ്ദേഹത്തിനോട് കൽപ്പിക്കുക ആ പുതിയ വസ്ത്രം എടുത്ത് ധരിക്കാൻ പറഞ്ഞു. കാല ഫദഅതുഹു, ജാബിർ തങ്ങൾ പറയുന്നു ഞാൻ പോയിട്ട് വിളിച്ച് ഫലബിസഹുമ, അദ്ദേഹം ധരിച്ച് സുമ്മമല്ല യദ്ഹബു, അതുകൊണ്ട് അന്നാലുണ്ടല്ലോ ഇത് ഒന്ന് പിന്തിരിഞ്ഞു പോയി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാലഹു ളുരിബ ഉനുഖുഹു, ഒരു ദ്വായല്ല. ളുരിബ ഉനുഖുഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഷഹീദായി, അദ്ദേഹത്തിൻ്റെ പെരടി വെട്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭാവിയിൽ ഷഹീദാകുമെന്നുള്ള സൂചനയാണ് പറഞ്ഞിരിക്കുന്നത്. അലൈസ ഹാദാ ഖൈറൻ ലഹു, കണ്ട ഇപ്പം എത്ര വൃത്തിയുണ്ട് കാണാൻ, എത്ര ഭംഗിയുണ്ട്, ഇതല്ലേ ഖൈറ്? ഇത് അദ്ദേഹം കേട്ടല്ല. അപ്പോൾ സമീഅഹു റജുലു, അത് തങ്ങൾ പറയുന്നത് അദ്ദേഹം കേട്ടല്ല. ഫഖാല യാ റസൂലല്ലാഹ് എൻ്റെ ളുരിബ ഉനുഖുഹു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ ഫീ സബീലിലാണോ? ഐ ലറബല്ലാഹു ഉനുഖഹു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ ഫീ സബീലിൽ അദ്ദേഹത്തിൻ്റെ ഉനുക്ക് ഷഹീദായി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സബീലില്ലാഹി തന്നെ. അപ്പോൾ തങ്ങളുടെ മുഅ്ജിസത്താണ്. എന്ത് സംഭവിച്ചു? ഫഖുതില റജുലു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ ഫീ സബീലിൽ അദ്ദേഹം ഷഹീദാവുകയാണ് ഉണ്ടായത്. പറഞ്ഞ വാക്ക് പോലെ തന്നെ പുലർന്നു. അപ്പം ഭാവിയിലേക്കുള്ള ഗൈബായി. وعن مالك رضي الله عنه أنه بلغه أن عمر بن الخطاب رضي الله عنه قال إني لأحب أن أنظر إلى القارئ أبيض الثياب, വെളുത്ത വസ്ത്രം ധരിച്ച കാരിയെ കാണാൻ വേണ്ടി എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരീന ഖുർആൻ ഓതുന്ന ആളുക, ഖുർആൻ പഠിപ്പിക്കുന്ന ആളുക. വന്ന് ഷഫീഖുർ റഹ്മാൻ്റെ അടുക്കിലേക്ക് പോയി നോക്കുമ്പോൾ ആളുടെ അവസ്ഥ കാണാൻ തന്നെയുള്ളൂ. നമ്മൾ ആദ്യം ഇല്ലേ അവൻ പട്ടിണിടത്തുണ്ടോ നമ്മളെ പൈസ ടിപ്പാക്കിയ നമ്മുടെ ഖുർആനെ സനത് വാങ്ങാൻ വേണ്ടിയിട്ട് ഷഫീഖുർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് സ്ഥാപനം നടത്തുന്ന വലിയൊരു ഹാഫിളുണ്ട്. അവിടെ വലിയ വിദ്യാർത്ഥികളുണ്ട്, ചെറുതുമുണ്ട്. ചെറിയ വിദ്യാർത്ഥികൾക്ക് ഈ മറ്റേ മാലിന്യങ്ങൾ പഠിപ്പിക്കും 2 തട്ടായിട്ട്. അപ്പോൾ ആദ്യമാണ് ബുക്ക് ചെയ്യണം പറഞ്ഞിട്ട്, ഉസ്താദിനോട് പറഞ്ഞിട്ട്. എന്നിട്ട് അന്ന് നീങ്ങില്ല. അപ്പം കമറുസമാനല്ലേ അദ്ദേഹം കുട്ടിക്കൂടെ പോയി അപ്പോൾ സമ്മതമായി തന്നു. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഖിറാഅത്ത് ഓത് ഒന്ന് ഇംതിഹാൻ നടത്തലാണ്. എന്നാൽ ആദ്യം പറഞ്ഞ് വ്യാഴാഴ്ച വന്നു, പിന്നീട് വിളിക്കുന്നത് ഇവിടെ കുറച്ച് വിരുന്നുകാർ വന്ന് അത്യാവശ്യം തിരക്കിലാണ്, നിങ്ങൾ ശനിയാഴ്ച കാലത്ത് വന്നു. അത് പോയി. നമ്മൾ പറഞ്ഞു വന്നത് കയറുമ്പം തന്നെ പരിസരത്തുള്ള മണം എന്ന് പറഞ്ഞ സുബ്ഹാനല്ലാഹ്, എന്താ അത്ര തേച്ചനമ്മോ, ഓരോ അരിപ്പയേ ഉള്ളൂ. നമ്മൾ ഭാര്യ കുളിക്കലൊന്നുമില്ല, പക്ഷെ മണം എന്ന് പറഞ്ഞാൽ എന്താ സാധനം. മൂപ്പറ നല്ല വെള്ള വസ്ത്രവും ധരിച്ചിട്ട് പ്യൂർ ഇങ്ങനെ മിന്നുന്നുണ്ട്. തലക്കിട്ട ഇതിലിട്ടിട്ട് കുറേ ഓതിപ്പിച്ച്, കുറേ ഹക്കാമെല്ലാം ചോദിച്ച്, കുറേ വഖഫ് ചെയ്യിപ്പിച്ച്. എന്നോട് കാണാപ്പാടോ, ഞാൻ കാണാം. അയ്യേ നിങ്ങളെന്തിനാ പറ്റ കാണാപ്പാടാക്കണം. എൻ്റെ സർട്ടിഫിക്കറ്റ് തന്ന് അന്നത്തെ രാത്രിയത്തെ ഭക്ഷണം മൂപ്പറാകില്ല. 25 ഭക്ഷണം തന്നിട്ട് ഞമ്മ ചെറിയ പാക്കറ്റിലാക്കിയിട്ട് ബൈക്ക് ഉപയോഗിച്ച് മദീനയിൽ നിന്ന് ഇതിലേക്ക് പോണ്ടേ, ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോണ്ടേ. അപ്പോൾ ഒന്നും ബൈക്കൊന്നും ഇല്ലല്ലോ, പാക്കറ്റിലാക്കിയിട്ട് അത് മൂപ്പറാന്ന് ഭക്ഷണം അയച്ചത്. എത്ര ആളുണ്ടെന്ന് വെച്ചിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. കയ്യെഴുത്ത് വേണോ ഇവിടെ അച്ചടിച്ചത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കയ്യത്തിന് കിട്ടുന്ന വർക്കത്ത് കിട്ടുമല്ലോ. വലിയ പറയുന്നില്ല, ഏറിപ്പം 40 വയസ്സ് 50 അടുക്കുണ്ടാവും. അപ്പോൾ ഓരോരുത്തരും ലൈനിൽ ഇരുന്നിട്ട് പല ഖിറാഅത്തുകൾ ഓതി കൊടുക്കല. മൂപ്പറിങ്ങനെ കാണാപ്പടം കേൾക്കുന്നുണ്ടാവും. 10 ഖിറാഅത്തിൻ്റെ ആളുകൾ നീ ഏത് ഖിറാഅത്ത് ഓതുമെന്ന് വെച്ചിട്ട് അതിലേക്ക് ശ്രദ്ധിക്കും. പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു സൽക്കാരം കിട്ടി, ഒരു നാസ്ത കുട്ടികൾക്കെല്ലാം സപ്ലൈ ചെയ്യുന്ന ഫ്രൂട്ടോ അതും ഇതെല്ലാം ഇട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് വിളിച്ചിട്ടുണ്ടേ. ഞാൻ പറഞ്ഞിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ ലൗഹിബ്ബൻ അൻദുറ ഇലൽ ഖാരിഅ ബിൽ സിയാബി
വഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഔസഅല്ലാഹു അലൈക്കും ഫൗസിഉ അലാ അൻഫുസിക്കും നാർ. നിങ്ങൾക്ക് അല്ലാഹു തആല എന്തെങ്കിലും സാമ്പത്തിക വിശാലത നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നഫ്സിൻ്റെ മുകളിൽ ആളെ വിശാലത കാണുക. എന്നുവെച്ചാൽ ജമാ റജുലുൻ അലൈഹി സിയാബഹു എന്ന് പറഞ്ഞില്ലേ, ഔസിഉൻ്റെ മാന ഇൻ ജമാ അലൈഹി സിയാബഹു ഫഹസനുൻ, അത് വസ്ത്രത്തിൽ ഒരുമിച്ച് കൂട്ടിയാൽ വളരെ നല്ലതാണ്. എന്നാൽ അതല്ലേ പുറത്ത് പ്രകടമാകല്. അവിടെയാണല്ലോ നല്ല നീയത്തിൻ്റെയും മോശമായ നീയത്തിൻ്റെയും വ്യത്യാസം മന്നത്തിലോതിയില്ലേ. ഔലിയാക്കൾ രണ്ട് തരിയൊക്കെ ഉണ്ട്. എളിയത് കൊണ്ട് പൊരുത്തപ്പെടുന്ന ഭാഗം അന്നേരം എന്താക്കും, കുറച്ച് തണതിരിക്കും. മുന്തേ നിൽക്കുമ്പോൾ എന്താക്കും, ഫഖർ വെളിപ്പെടുമോ എന്നുള്ള പേടിച്ചിട്ട് എന്താക്കും, നല്ല നീയത്താക്കിയിട്ട് അള്ളാഹുവിൻ്റെ നിഅമത്ത് പ്രകടമാക്കാൻ. അബുൽ ഷാദിലി റളിയല്ലാഹുവിൻ്റെ വലിയ എല്ലാ ഒരു ആഡംബര വസ്ത്രം ധരിക്കുന്ന ആളൊന്നുമില്ല. നല്ല നല്ല താഴ്മ വയ്ക്കും, എല്ലാം കൊടുക്കും. കാറ് മുന്തിയത് വേണം. അപ്പം വമ്പിച്ചാച്ചയെ പറഞ്ഞു സൂഫിയാക്കൾ ഇങ്ങനെയല്ല കൊണ്ട് ആഡംബരം പറഞ്ഞു. മൂപ്പർ പറഞ്ഞെന്താണ്, അള്ളാഹുവിൻ്റെ നിഅമത്ത് ഞാൻ അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അത് വാക്കുകൊണ്ടുകൊണ്ട് പ്രകടിപ്പിക്കലുണ്ട്. അപ്പം അങ്ങനെ മൊത്തം വിമർശിക്കാൻ പറ്റൂല. എന്നിട്ട് പറഞ്ഞു, നീ ഒരു അരപ്പാളിൻ്റെ കോലം കെട്ടിയിട്ട് എനിക്കെന്തെങ്കിലും താന്ന് പറയുന്നത് ഉണ്ടാവും, ഒരു യാചന സ്വഭാവം അതിൽ കാണുന്നുണ്ട്. ഒന്നും അവനല്ല അമ്പലെടുത്ത് വെച്ചിട്ട് ഇന്ന് ചെയ്തിട്ടെന്ന് പറയാനേ പറ്റില്ലല്ലോ. ഒന്നുമില്ല പൂജ എന്ന് പറയല്, ഇഷ്ടക്കാറ് മാത്രം. അത് ഓരോരുത്തരാണ് മഹബാല തിരിയാതെ കണ്ട് കുറ്റപ്പെടുത്താൻ പറ്റൂല. അതാണ് ഏറ്റവും വലിയ വിമർശനം. അപ്പൊ സോപ്പിക്ക് ഇന്ന കോലം പച്ചനം പൊക്കണം കെട്ടി നടക്കണമെന്ന് ഇത് കിട്ടാവില്ല പറഞ്ഞത്. നമ്മൾ ആത്മീയങ്ങളെ കൂട്ടത്തിൽ തന്നെ പുതിയപ്പോൾ അബ്ദുറഹ്മാൻ മുസ്ലിം ഡീസൻ്റാന്ന് കാണിച്ചു, അല്ല നല്ല. അതുപോലെ തന്നെ കുത്തിവിത്തങ്ങളും അബ്ദുൽ ഹക്ക് ഷമി അനീസ് എന്താ പറഞ്ഞത്, വിറപ്പറ്റിയിട്ട് നമ്മൾ ഈ മുസ്ലിം നിക്കരിക്കാൻ വേണ്ടി പ്രത്യേക ഒരു വസ്ത്രം ഉണ്ടല്ലോ, അട്ടിട നിക്കരിക്കാൻ. وروى أبو نعيم وابن لال وغيرهما عن ابن عمر رضي الله عنهما مرفوعا. എന്നുവെച്ചാൽ ഇബ്നു ഉമർ തങ്ങളുടെ കൗലല്ല, മനസ്സിലാകുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഇന്നൽ മുഅ്മിന അഖദ അനില്ലാഹി അദബൻ ഹസനൻ, ഒരു മുഅ്മിന് നല്ല അദബ് പഠിക്കുന്നത് അള്ളാൻ്റെ പക്കന്നാണ് പഠിക്കുന്നതാണ്, അത് പിടിച്ചെടുക്കുന്നത്. അപ്പം ഇതാ വസ്അലൈഹി വസ്അല നഫ്സിഹി, അല്ലാഹു തആല അവന് അല്പം സാമ്പത്തിക ശേഷി നൽകിയാൽ അതുകൊണ്ട് നഫ്സിൻ്റെ മേൽ വിശാലത ചെയ്യും. വറവൽ ഹാകിമ ബിഇസ്നാദിഹി അൻ സഹ്ൽ ബിൻ ഹൻദലിയ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല അഹ്സിനൂ ലിബാസകും വസ്ലിഹൂ റിഹാലകും. കണ്ടോ, റഹലേതാണ് വണ്ടി, നിങ്ങൾ ലിബാസിനെ നന്നാക്കണം, വണ്ടി നന്നാക്കണം എന്ന് പറഞ്ഞു. മുന്തേ വണ്ടിൻ്റെ നോക്കണം. പക്ഷെ അത് ആഡംബരം പ്രകടനം ഇന്നും പ്രകടിപ്പിച്ചാൽ അതിനെ അത് പ്രതിപ്പെടുക്കൊണ്ടൊന്നും ലക്ഷ്യമില്ല. കാരണം അതിനേക്കാണ് മുന്തേ വണ്ടി. പിന്നെ അത് അവിടെ പെരിങ്ങത്തൂർ പോയ വണ്ടിക്ക് അസൽ 55 ലക്ഷം റുപ്യൊന്നുമല്ലോ. ഞാൻ പേശ് 2 ലക്ഷം കൊടുത്തിട്ട് കിട്ടുമെങ്കിൽ വാങ്ങിയേക്കാൻ. ഞാൻ 13 കൊടുത്ത ആളാണ്, 10 കൊല്ലത്തെ പഴക്കാന്ന്. ഇതിൻ്റെ അസൽ വില 55. അപ്പം ഞമ്മ ഇപ്പം ഈ ചടാലി വണ്ടി കൊണ്ട് ഫഹർ കെട്ടിയാൽ അതിനേക്കാണ് വലിയ വണ്ടി അപ്പുറം ഉണ്ടല്ല. അപ്പം അതൊന്നും അർത്ഥമില്ല, മാറ്റണം. പക്ഷെ മാറ്റുമ്പോൾ അതിൻ്റെ 18 കിലോമീറ്റർ ഇതും കിട്ടുന്നുണ്ട്, നല്ല റണ്ണിങ് ഉണ്ട്, നല്ല മൂവിങ് കാണുമ്പോൾ കൊടുക്കാനൊന്നുമില്ല. ഇങ്ങനെ പോയാൽ മതിയല്ല. ജനങ്ങളിൽ ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ. എന്താണ് ഓരോ വരുന്ന ഒരു പ്രത്യേക ഒരു കോലം സാമത്തിന് എടുത്തു കാട്ടുന്ന ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ. ആകുന്നത് വരെ എന്താക്കണോ, വണ്ടി നന്നാക്കണോ, ലിബാസും നന്നാക്കണം. وروى الطبراني والبيهقي عن عمران بن حسين رضي الله عنهما أن النبي صلى الله عليه وسلم قال إن الله إذا أنعم على عبد نعمة, ഒരു അബ്ദിൻ്റെ മേൽ അല്ലാഹു തആല നിഅമത്ത് ചെയ്താൽ യുഹിബ്ബു അൻ യറാ അസറ നിഅമതി അലാ അബ്ദിഹി, അവൻ്റെ അബ്ദിൻ്റെ മേൽ ആ നിഅമത്തിൻ്റെ അസർ കാണാൻ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു.
ഇത് അള്ള തന്നതാണ്. അപ്പോൾ അവിടെ നീയത്തിൻ്റെ മുകളിൽ അത് കാര്യം നടക്കുന്നു. അള്ള ചെയ്ത നിയമത്തിൻ്റെ ആസാർ മറ്റുള്ളയാൾ കാണിട്ട്. അപ്പോൾ മറ്റുള്ളയാളെ കുറവാക്കാനല്ല, കീറിയെടുത്ത് നടക്കുന്ന ആളാകുമ്പോൾ ഞാൻ വലിയ ആളാന്ന് കാണിക്കാനല്ല അവിടെ ലക്ഷ്യം. അതൊന്നും പറ്റില്ല. وروى البيهقي عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال إن الله تعالى إذا أنعم على عبد نعمة يحب أن يرى أثر النعمة. ഇപ്പം പറഞ്ഞ അതേ ഹദീസ് തന്നെ. അതിൻ്റെ അപ്പുറം വയക്കിറഹുൽ ബൂസ വത്തബാഉസ്, ഒരു മോശമായി കാണല്, അതിന് വേണ്ടുന്ന കോലം കെട്ടല്, ഇത് അള്ളാഹു തആലാക്ക് വെറുപ്പാണ്. ഇത് ആദ്യത്തെ റിവായത്തിലില്ലല്ലോ. അതിന് രണ്ടാം ശിക്ക് വയക്കിറഹു എന്നുള്ളത് അതിയാണ്. എന്നിട്ടോ വയുബിഗിലുൽ സായിലൽ മുൽഹിഫ്, ജനങ്ങളെ ബുദ്ധിമുട്ടാക്കി ചോദിക്കുന്നതിനോട് അല്ലാഹു തആലാക്ക് ദേഷ്യം. വയുഹിബ്ബുൽ ഹയ്യൽ അഫീഫൽ മുതഅഫിഫ്, അഭിമാനം കാത്തു സൂക്ഷിക്കൊണ്ട് അതിനു വേണ്ടി പരിശ്രമിക്കുന്നു, അവൻ ലജ്ജ പ്രകടിപ്പിക്കുന്ന ആളോട് അല്ലാഹു തആലാക്ക് വലിയ മഹബത്തോട്. ഇത് ഒന്നാമത്തെ റിവായത്തിലില്ല. തബ്റാനിയുടെ റിവായത്തിൽ അതില്ല. തബ്റാനിയും ബൈഹഖിയും കൂടി എന്താക്കി ഇമ്രാൻ ബിൻ ഹുസൈൻ തങ്ങളെ ഹദീസിൽ അതിൻ്റെ പകുതിയേ ഉള്ളൂ. അതേ അവസരത്തിൽ ബൈഹഖി ഇമാം അബൂ ഹുറൈറ തങ്ങളും റിവായത്ത് ചെയ്തതിൽ എന്തുണ്ട്? വയക്റഹുൽ ബുഅസ വത്തബാഉസ, ശ്രദ്ധിച്ചിട്ടില്ല? വയുബിഗിലു സായിലൽ മുൽഹിഫ വയുഹിബ്ബുൽ ഹയ്യൽ അഫീഫൽ മുതഅഫിഫ എന്ന് സിയാദത്തുണ്ട്. അത് ഒന്നിൽ അല്ലാഹു തആലാക്ക് ഇഷ്ടമുണ്ടെന്നും മറ്റൊന്നിൽ വെറുപ്പുണ്ടെന്നും ആയി. ഒരു 10 മിനിറ്റും കൂടെ നോക്കാം. ഇനി തങ്ങൾക്ക് അസാധാരണമായ ചില മുഅ്ജിസാത്തുകൾ തങ്ങളുടെ ഓരോ അംഗങ്ങളിലും ഉണ്ടെന്ന് പറയുന്നു. ബസറിലുണ്ട്, കേൾവിയിലുണ്ട്, ചിന്തയിലുണ്ട്, അങ്ങനെ പലതിലും പല ഖുവ്വത്തുകൾ. ഖുവ്വത്തു ബസരിഹി ശരീഫി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹു തആല മാ സാഗൽ ബസറു വമാ തഗാ. അതൊറ്റ വാക്കിൽ പറഞ്ഞാൽ ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രിയിൽ പല അത്ഭുതങ്ങളും വാനലോകത്ത് വെച്ച് അല്ലാഹു തആല കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എന്തായില്ല, കണ്ണ് അങ്ങനെ തെറ്റിച്ച് കളയുകയോ അത് കാണിച്ചതിലല്ലാതെ അതബ് വിട്ടിട്ട് മറ്റൊന്ന് നോക്കാനോ, ഈ കാണിച്ചു നോക്കാനല്ലാതെ അപ്പുറത്തേക്ക് നോക്കല് അതെന്താന്ന് വിളിക്കുന്നു, അത് നോക്കൂല, കാണിച്ചത് മാത്രം. കണ്ടതാണെങ്കിലോ നല്ല കൃത്യമായിട്ട് കാണാനും കഴിഞ്ഞിട്ടുണ്ട്. അതാണ് വന്നജമി സൂറത്തിലാന്ന് പറഞ്ഞിരിക്കുന്നത് മാ സാഗൽ ബസറു വമാ തഗ. അപ്പം തങ്ങളുടെ ബസറിൻ്റെ സിഫത്താണ് രണ്ട് നഫിയയുടെ പറഞ്ഞത്, മാ സാഗ വമാ തഗ. അത് ഫഖദ് വസഫഹുല്ലാഹു തആല വഹുവ സല്ലല്ലാഹു അലൈഹി ഫിൽ മശ്ഹദിൽ അഅല. തങ്ങൾ മശ്ഹദുൽ അഅല ഇസ്രാ മിഅ്റാജിൻ്റെ ആ സമയത്ത് അല്ലാഹു തആല വസ്ഫ് പറഞ്ഞു ബിഅന്നഹു മാ സാഗ ബസറുഹു, തങ്ങളെ കണ്ണെന്തായിട്ടില്ല, ബേജാറിലായിട്ടില്ല. വളരെ അത്ഭുതം കാണുന്ന അവസരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര വരുമ്പോൾ എന്താക്കും, ബേജാറൊന്നുമല്ലോ. അതെല്ലാം ഞഹർ, ഒരു ഹൈറാനത്ത് വന്നിട്ടില്ല. വമാ തഗ, രണ്ടാമത്തെ എന്താ മാ തഗ, രണ്ട് സെൽബിയ. അതെല്ലാം യുജാവിസൽ മന്നൂറയിലേക്ക് നോക്കപ്പെടുന്നതിൽ കണ്ട് തെറ്റിച്ചിട്ടുമില്ല. അല്ലേ? എന്തിൻ്റെ മേലിൽ മന്നൂറിൽ അൽ മുത്തജല്ലി അലൈഹി, തങ്ങളെ മേൽ തുറന്ന് കാണിക്കപ്പെട്ട മന്നൂറുൻ ഇലൈഹി ഉണ്ടല്ലോ, അതും വിട്ടിട്ട്. വഫീ ഹാദാ ദലീലു ഖുവ്വത്തി ബസരിഹി വസബാത്തിഹി. ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് തങ്ങളെ ബസറിന് വല്ലാത്തൊരു ഖുവ്വത്താണ്, അത് ഉറച്ചിരിക്കുകയും ചെയ്യും. നമ്മിപ്പോൾ സൂര്യനെ നോക്കിക്കഴിഞ്ഞാൽ കൂടെ നോക്കാൻ കഴിയില്ല, കണ്ടു തെറ്റിച്ചളിയില്ലേ. ലിഅന്നൽ ബസറ ഇദാ ബഹറഹു നൂറു സാത്തിഉ, ഒരു കണ്ണിന് പ്രകാശം വല്ലാതെ അടിച്ചു വീശിയാൽ ഇമ്മാ യസീഗ വയഹാറ, ഒന്നെങ്കിൽ ദൈഖ് വരും അല്ലെങ്കിൽ യഹാർ. യസീഖ് തന്നെ യഹാറി, അതാ മാസാക. വഇമ്മാ അൻ യുജാവിസൽ മന്നൂറ ഇലാ ഗൈരിഹി, അല്ലെങ്കിൽ നോക്കപ്പെടുന്നതിന് പെട്ട് കണ്ട് തെറ്റിച്ച് കളയും. ഇതിന് അക്കാലാൻ, അത് ദുഅഫൻ മിന്നു, കണ്ണിൻ്റെ ആ ബസറിൻ്റെ ദുഅഫ് കൊണ്ടും ഒരു പ്രയാസം സഹിക്കാത്തതുകൊണ്ടാണ് കണ്ട് തെറ്റിച്ചളിയില്ല. അപ്പം ഫലം യഖഅ മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ദാലിക, അത് രണ്ടും തങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഏത് അത്ഭുതകരമായ കാര്യങ്ങൾ കണ്ടാലും നോക്കി സഹിച്ച് അത് വേണ്ടതുപോലെ നോക്കാനുള്ള ഖുവ്വത്തുൽ ബസർ ദലിമ അതാഹുല്ലാഹു തആല മിനൽ ഖുവ്വത്തി ഫീ ബസരിഹി, തങ്ങളുടെ ബസറിൽ അല്ലാഹു തആല പ്രത്യേക ഖുവ്വത്ത് നൽകിയിട്ടുണ്ട്.
വമിൻ ഖസായിസിഹിൽ ബസരിയ, ബസറുമായി ബന്ധപ്പെട്ട ഖസായിസിൽപ്പെട്ടതാണ് അന്നഹു ഖാന യറാ മാ ലാ യറാ ഗൈറുഹു, മറ്റുള്ളവർ കാണാത്തത് തങ്ങൾ കാണുമെന്നുള്ളത്. കമാ ഫീ സുനനി തിർമിദി വഗൈരിഹാ അൻ അബീ ദർറിൻ റളിയല്ലാഹു അൻഹു അന്നൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നി അറാ മാ ലാ തറൗന, നിങ്ങൾ കാണാത്ത കാര്യങ്ങൾ ഞാൻ കാണുന്ന ആളാണ്. വാസ്മഉ മാ ലാ തസ്മഉ, നിങ്ങൾ കേൾക്കാത്തത് കേൾക്കുന്ന ആളുമാണ്. ഇതവിടെ ഒരു തംഇൽ ആവർത്തിക്കുന്നു. ഫകാന യറാ ജിബ്രീല, ജിബ്രീലിനെ കാണുമായിരുന്നു, നമ്മൾ കാണുന്നില്ലല്ലോ. വൽ മലായികത്തുൽ കിറാമിനെയും കാണും. ദൂനാൻ തതമസല ബി സൂറത്ത്, ഒരു സൂറത്ത് കൊണ്ട് കോലം മാറി വരണമെന്നില്ല. അത് വന്നാൽ നമുക്ക് കാണുമല്ലോ. പക്ഷെ അത് ജിബ്രീലാൻ തിരിയില്ല. ബഷറിന്റെ കോലത്തിൽ മാറി വന്നാൽ നമുക്ക് പരിചയമില്ലാത്തൊരു ബഷർ വന്നതേ പറയുള്ളൂ. ഇത് കോലൊന്നും മാറാതെ കണ്ട് തനി രൂപത്തിൽ തന്നെ കാണും. റവൽ ഇമാമു അഹ്മദു അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീല ഫീ സൂറത്തി, ജിബ്രീലിന്റെ സൂറത്തിൽ കണ്ട്. എന്താന്ന് വലഹു സിത്തുമിയത്ത് ജനാഹിൻ, അവർക്ക് 600 ചിറകുണ്ടെന്ന് പറയുന്നു. കുല്ലു ജനാഹിൻ മിൻ, അതിൽപ്പെട്ട ഓരോ ജനാഹും കതി ശബ്ദൽ ലുഫക്ക, ഈ ചക്രവാളം മറക്കാൻ മാത്രമുണ്ട്. പക്ഷെ അണക്കാരാകുമ്പോൾ വിശാലമായൊന്നുമില്ലല്ലോ. യസ്കുത്തു മിൻ ജനാഹി, ആ ജിബ്രീലിന്റെ ചിറകിൽ നിന്ന് എന്താകുന്നു, ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്. മിനത്തഹാവീന് വദ്ദുർരി വൽ യാഖൂത്ത്, ആകർഷണീയമായ വസ്തുക്കൾ, ദുർറ് യാഖൂത്ത്, ഇങ്ങനെ മുത്തുകൾ. മല്ലാഹു ബിഹി അലീം, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അള്ളാഹു മാത്രമേ അറിയുള്ളൂ. അത്ര വലിയ ഭംഗിയിലാണ് കണ്ടത്. അമ്മാ റൂയത്തു, ഇപ്പൊ ജിബ്രീലിനെ കണ്ടെന്ന് പറഞ്ഞു. ഇനി മലായിക്കത്തിനല്ലേ തങ്ങൾക്ക് കാണാൻ പറ്റുമോ? നമുക്ക് കിട്ടൂല, ഹൈബല്ലേ. അത് വീഴ്ച വീണിട്ട് ഭൂമി കെട്ടിക്കിടക്കലല്ല, അതിന്റെ പ്രവർത്തനമല്ലേ പറയുന്നത്. അത് മുമ്പ് അലീമാനു ബിൽ മലായിക്കത്തിൽ, മലായിക്കത്തിനെ വർണ്ണിച്ചിട്ട് പറഞ്ഞ അത്ഭുതം കണ്ടെങ്കിൽ വലിയതാണ്. വർക്കൻ്റെ ഒരു കിതാബുണ്ടല്ലോ, അലീമാനു ബിൽ ജിന്നെ, അലീമാനു ബിൽ മലായിക്ക, പല കിതാബുണ്ട്. ഇനി മലായിക്കത്ത് ഫമിൻ ദാലിക മാ ജാഅ അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല കുൻതു മഅൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളോടൊപ്പമാണ് അനസ്. ജാലിസൻ ഫിൽ ഹൽഖത്തി, ഹൽക്കയിലിരിക്കുന്നു. ഇത് ജാഅ റജുലുൻ, ഒരു വ്യക്തി വന്നു. ഫസല്ലമ അലൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾക്കും വൽ ഖൗമിൻ, അവിടെ കൂടെ ഖൗമിനും സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഫറദ്ദ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈക്കുമുസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, സലാം അടക്കി. ഫലമ്മാ ജലസ الرجل قال الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا أن يحمد وينبغي له. അദ്ദേഹം ഹംദ് പറഞ്ഞു വന്നാള്. ഫഖാല ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കൈഫ ഖുൽത, നീ ഇപ്പം എന്താ പറഞ്ഞത്? ഫറദ്ദ അലൈഹി കമാ ഖാല അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ അൻ യുഹ്മദ വയൻബഗി ലഹു എന്ന് പറഞ്ഞു. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കലിമത്തിൻ്റെ മഹത്വം പറയുന്നത്, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ നഫ്സ് ഏതൊരു റബ്ബിൻ്റെ കയ്യിലാണോ ആ റബ്ബിനെ തന്നെ സത്യം. ലഖദ് ഇബ്തദറഹാ അശറത്തു അംലാക്കി, 10 മലായികത്ത് ഓടി വരികയാണ്. ഇബ്തദറന്ന് അസ്റാ ഇലൈഹ, അതിലേക്ക് ചാടി വരുന്നു. ഞാൻ എടുക്കണം. കുല്ലുഹും ഹരീസുൻ അൻ യക്തുബഹ, അത് എഴുതാൻ വേണ്ടി ഓരോരുത്തരും ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ഫമാ ദറു കൈഫ യക്തുബൂനഹ, അതെങ്ങനെ എഴുതണമെന്നവർക്ക് മനസ്സിലാവുന്നില്ല. ഹത്താ റഫഉഹാ ഇലാ ദിൽ ഇസ്സ, അല്ലാഹുവിലേക്ക് അത് ഉയർത്തി. ഫഖാല, അപ്പോൾ അല്ലാഹു തആല കൊടുക്കുന്നതോട് ഉക്തുബുഹാ കമാ ഖാല അബ്ദി, എൻ്റെ അബ്ദ് പറഞ്ഞത് എന്താണ് അതുപോലെ തന്നെ എഴുതണം. അപ്പോൾ ഇവിടെ എന്താ വന്നത്? 10 മലായിക്കത്ത് എഴുതാൻ വേണ്ടി നടക്കുന്നത് മറ്റുള്ള ആൾ കണ്ടിട്ടില്ല, തങ്ങൾ കണ്ടു എന്നാണ് ഹദീസ് സ്ഥാപിച്ചത്. ശരിയല്ലേ? അപ്പം നല്ല ഹംദാന്നത്. വമിൻ ദാലിക റുയത്തുൽ മലായികത തുവസ്സിലു ഹൻദലത ഷഹീദ്,
ഷഹീദായ ഹൻദലയെ എന്താക്കുന്നു, മലായിക്കത്ത് കുളിപ്പിക്കുന്നു. നമ്മൾ മന്നജിൽ ഓതിയിട്ടുണ്ടായിരുന്നു. മൂപ്പര് കുളിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് ആ ഇത് മഹനൂറ്റത്തിലല്ലത് ഇല്ല, അതവർക്ക് കമാലിന് വേണ്ടിയിട്ട്. ഷഹീദിന് ഫിഖഹിയായിട്ട് കുളിപ്പിക്കലില്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ ഓരോ ജീവിതകാലത്ത് ചെയ്യാനുണ്ട്, ഡ്യൂട്ടി തീർന്നു. മയ്യത്ത് കുളിപ്പിക്കുന്ന ആളത് നീത്ത് വെക്കുകയും വേണ്ട, അത് ഇവൻ്റെ ഡ്യൂട്ടിയാണ്. പക്ഷേ അതിന് മറുപടി കൊടുത്തത് ഒരു അത്രയും നലീഫായിക്കൊണ്ട് പോട്ടെ, അങ്ങനത്തെ ഒരു സംഗതി അവിടെ വേണ്ട. ഇത് മറ്റുള്ള കുളിപ്പിച്ചാൽ കടമയില്ല. പത്തുൽമേൻ എന്താ പറഞ്ഞത്, കാരണം എന്തെത്ര വന്നാൽ ഒറ്റ കുളിയേ വേണ്ടൂ, അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ബാധ്യതപ്പെട്ട കുളി ബാക്കിയാവൂല, അതെന്താവും ഉയർത്തപ്പെട്ടു. പക്ഷെ അങ്ങനെ ഡ്യൂട്ടി വേണ്ടാന്ന് ഈ ഷഹീദിനെ തത്ഹീറാക്കലാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് വാജിബായ കുളിയല്ല. അതുപോലെ ഉംറത്തുൽ ഖളാഇനെ പറ്റി പറഞ്ഞില്ലേ, ശത്രുക്കളെ തടഞ്ഞിട്ട് ഹിസാർ വന്നാൽ തഹല്ലുലായി കഴിഞ്ഞാൽ പിന്നെ എന്നിട്ട് ഇഹ്റാം കഴിഞ്ഞ് ഇനി ഖളാ വീട്ടലില്ല. പിന്നെന്തിന് ഉംറത്തുൽ ഖളാ? ഏതായാലും മക്കത്ത് പോകണമെന്നൊരാഗ്രഹം വെച്ചിട്ട് നിയ്യത്തും ചെയ്ത് വന്നല്ലേ, ആ കാര്യം ഒന്ന് പൂർത്തിയാക്കി. നിർബന്ധമായ ഖളാ വീട്ടലല്ല എന്ന് പറഞ്ഞില്ലേ. വറുഇയതുഹു ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ തങ്ങൾ കണ്ടിട്ടുണ്ട്. യതീറു ഫിൽ ജന്നത്തി, സ്വർഗത്തിൽ പറക്കുന്നുണ്ട്. മലായിക്കത്തി, മലായിക്കത്തിനോടൊപ്പം ബിജനാഹി, രണ്ട് ചിറകുണ്ടോർക്ക് ജഅഫർ. കമാ വഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യറൽ അബ്ആദ ശാസിഅത, ദൂരത്തുള്ള വസ്തുക്കളെ തങ്ങൾ കാണും. അത് ബിഖുവ്വത്തിൻ വഇനായത്തിൻ റബ്ബാനിയ, റബ്ബാനിയ ഒരു ഖുവ്വത്ത് തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തതാണ്. ദൂരത്തുള്ള കാര്യങ്ങൾ അവരൊക്കെമാർക്കുണ്ടല്ലോ. അക്കടിപ്പത്തോറും ഞാനും മുത്തപ്പേട്ട നാവൂരെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഷാബാൻ്റെ ബാറാത്തിന് ശേഷമുള്ള ഇവര് പോകാൻ വേണ്ടി ഒരുങ്ങി, നാളെ കോളേജ് പരിശീലിച്ചിങ്ങേക്ക് വരണം, അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. അടുത്തപാട് പറഞ്ഞ് യാത്ര അല്ലാതെ നിർത്തിവെച്ചിരിക്കുന്നു, നിങ്ങൾക്ക് പെറുക്ക് പോക്കാണ് ഇപ്പം അനിവാര്യം. ഇപ്പം പോന്നാ ഞാൻ പറഞ്ഞ് വൈകുന്നേരം ആയാൽ ഈ വേടി എത്തിക്കിട്ടൂല, അസറം കഴിഞ്ഞില്ലേ. ഇന്ന് നാളെ കാലത്ത് സുബീഷ് ചാവടിക്കാൻ കേൾക്കാണ്ട് 5 റുപ്യ വെച്ചിട്ടുണ്ട്, ബൈക്കിൽ നിന്ന് കുറച്ച് പോയിക്കോ, എവിടെയും താങ്ങാൻ പാടില്ല, പെറുക്കൻ്റെ വേണം. പെറുക്കത്തേക്ക് ഉപ്പാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് സംസം വെള്ളം കോരി കൊടുക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുക്കുന്നു. 200 കിലോമീറ്റർ അപ്പം നടക്കുന്ന കാര്യം ഇതെങ്ങനെ പറഞ്ഞു, അത് വ്യക്തമായിട്ട് പറഞ്ഞില്ല. പെറുക്ക് പോക്കാണ് അനിവാര്യം, ബൈക്കാടി തങ്ങല്ലേ എന്നും പറഞ്ഞു. عن جابر رضي الله عنه قال قال رسول الله صلى الله عليه وسلم لما كذبتني قريش, ഖുറൈശികൾ എന്നെ കളവാക്കിയല്ലോ. ഖുംതു ഫിൽ ഹിജ്ർ, ഞാൻ ഹിജ്റിൽ ഇരുന്നു, കഅബത്തിന്റെ ഹിജ്ർ. ഫദല്ല അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് വെളിപ്പെടുത്തി തന്നു ബൈത്തുൽ മുഖദ്ദസിനെ. അപ്പോൾ ഏതാന്ന് ഇസ്രാ മിറാജിന് പോയ സംഭവമാണ്. ഇത് പറഞ്ഞപ്പോൾ ഇത്ര കിലോമീറ്റർ ദൂരമുണ്ട്, ഈ സമയം കൊണ്ട് പോയിട്ട് വരാൻ കഴിയൂല എന്നല്ലേ അവർ പറഞ്ഞിരുന്നത്. ഫതഫിഖ്തു അഖ്ബിറുഹും അൻ ആയാതിഹി, ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ആയാത്തുകൾ എന്താക്കി ഇങ്ങനെ കാണുമ്പോൾ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞു. ഓരെന്തെല്ലാം ചോദിച്ചു, എത്ര വാതിലുണ്ട്, എത്ര അതുണ്ട്, എത്ര ഇതുണ്ട്, എന്ത് ചോദിച്ചാല് വാന അന്നറുയിലേക്ക് ഞാനിങ്ങനെ നോക്കിയത് നോക്കിയിട്ടാ പറഞ്ഞു കൊടുക്കും. അപ്പൊ കശ്ഫ് ഫഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മക്ക, തങ്ങൾ മക്കയിലാണ്. ഇന്ദൽ ഹിജ്ർ യറ ബൈത്തുൽ മുഖദ്ദസ് ജലിയൻ, ബൈത്തുൽ മുഖദ്ദസ് വളരെ വ്യക്തമായി കാണുകയാണ്. കമാ വഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അറാഹു അല്ലാഹു തആല മശാരിഖൽ അർളി വ മഗാരിബഹ, ഭൂമിയുടെ മശരിഖും മഗ്രിബും എല്ലാം അല്ലാഹു തആല കാണിച്ചു കൊടുത്തു. ففي صحيح مسلم وغيره عن ثوبان رضي الله عنه قال كان رسول الله صلى الله عليه وسلم إن الله زوى لي الأرض, ഭൂമിയെ അല്ലാഹു തആല എനിക്ക് ചുരുട്ടി തന്നു എന്ന് പറഞ്ഞു. സവാന എന്താ ജമാഅ അർത്ഥം കൊടുത്തിട്ടതാ, അതിൻ്റെ ലിയൽ അർള അതിൻ്റെ ബാക്കി. ഫറഅയ്തു മശാരിഖഹ വ മഗാരിബഹ, അതിനെ മശരിക്കും കണ്ടു മഗ്രിബും കണ്ടു ഭൂമിയുടെ. വൈന്ന ഉമ്മത്തി, എൻ്റെ ഉമ്മത്തെ സയബലഹു മുൽക്കുഹ മാ സുബിയ ലീ മിൻഹ, ആ ഭൂമിയിൽ നിന്ന് എനിക്ക് ചുരുട്ടി കാണിച്ചിട്ടുണ്ടല്ലോ, അവിടത്തേക്കെല്ലാം എൻ്റെ ഉമ്മത്തിൻ്റെ ആധിപത്യം എത്തുമെന്നും പറഞ്ഞു. ശേഷം എത്തിയിട്ടുണ്ടല്ലോ. അൽ ഹദീസ്
ബാക്കി ഹദീസുണ്ട്, നമ്മുടെ ആവശ്യത്തിന് മാത്രം മൂപ്പരെടുത്ത് വെച്ചതാണ്. وروى الطبراني عن ابن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال إن الله تعالى قد رفع لي الدنيا ദുന്യാവിനെ മുഴുവൻ ഉയർത്തി കാണിച്ചു. ഫാന അൻദുറു ഇലൈഹ, ഞാനതിലേക്ക് നോക്കുന്നു. വൈലാ മാ ഹുവ കായിനും ഫിഹാ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളിലേക്കും. ഏതുപോലെ കഅന്നമ അൻദുറു ഇലാ കഫിഹാ, ഞാൻ ഉള്ളങ്കൈമ നോക്കുമ്പോൾ അറിയാൻ തോന്നുന്നു. ഉള്ളങ്കൈമൽ അത്രയും. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ വറാഇഹി കമാ യറാ മിൻ അമാമിഹി, അടന്തക്ക മണ്ണും വായിക്കാം മിന്നും വായിക്കാനാണ്. അങ്ങനെ യറാ മം വറാഅഹു, തങ്ങളെ പിന്നിലുള്ള ആളുകളെ, ഏതുപോലെ മുന്നിലുള്ള ആളുകളെ കാണും പോലെ. അപ്പം മണ്ണെന്നെ മൗസൂലിയായി. അല്ല, പിന്നിൽ നിന്ന് കാണും മുമ്പിൽ നിന്ന് കാണുന്നത് പോലെ അങ്ങനത്തെ അബദ്ധത്തുമായി. ഫഫി സഹീഹൈനി വല്ലഫ്ദു ലി മുസ്ലിം, സഹീഹൈനിലാണ് ബുഖാരി മുസ്ലിമിലാണുള്ളത്, പക്ഷെ ലഫ്ദ് പറയുന്നത് മുസ്ലിമിൻ്റെതാണ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഹൽ തറൗന ഖിബ്ലതി ഹാഹുന, എൻ്റെ ഖിബ്ല ഈ ഭാഗത്താന്ന് എനിക്ക് തോന്നുന്നില്ല. കൊണ്ടല്ലേ? എന്നാൽ ഫവല്ലാഹി മാ യഖ്ഫ അലയ്യ റുകൂഅകും വലാ റുകൂഉകും വലാ സുജൂദുകും, നിങ്ങളെ റുകൂഉം സുജൂദും എനിക്ക് മറിയൂല. എന്ന് വെച്ചാൽ ആരെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നി ലഅറാക മിൻ വറാഇ ലഹരി, എൻ്റെ പിന്നാമ്പുറത്ത് കൂടി ഉണ്ടാക്കുന്നത് അത് കാണുന്നുണ്ട്. അപ്പോൾ ആരാന്ന് കുറ്റക്കെട്ട് കാട്ടുന്നത്, ആരാണ് തട്ടിപ്പ് നടത്തുന്നതെല്ലാം മനസ്സിലാക്കാൻ കഴിയും. വഫീ സഹീഹി മുസ്ലിമിൻ അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല സല്ലല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമസ്കരിച്ചു യൗമൻ തുമ്മ സറഫ, പിന്നെ നിസ്കാരത്തിന് സലാം വിട്ടു. ഫഖാല യാ ഫുലാൻ അലാ തുഹ്സിനു സലാത്തക, ഒരാൾ വിളിച്ചിട്ട് വന്ന് എന്താ നിസ്കാരം നന്നാക്കാത്തത്. അപ്പോൾ അയാൾ ഒരു അബദ്ധം ചെയ്ത് തങ്ങളിൽ കണ്ട്. അലാ യൻദുറുൽ മുസല്ലി ഇദാ സ്വല്ലാ കൈഫ യുസല്ലി, ഒരു നിസ്കരിക്കുന്നവനെ ഞാൻ എപ്രകാരമാണ് നിസ്കരിക്കുന്നു ഓനൊന്ന് ചിന്തിക്കാനുണ്ട്. ഫൈന്നമാ യുസല്ലി ലി നഫ്സിഹി, അവൻ്റെ സ്വന്തം നഫ്സിൻ്റെ ഉപകാരം കിട്ടാൻ നിസ്കരിക്കുന്നു. അപ്പോൾ അള്ളാഹ്ക്ക് ഏതായാലും വേണ്ട, പിന്നെ ഇവനിക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടണ്ടേ, പിന്നെന്തെങ്കിലും ചെയ്യുന്നോളി നീ ചോദിക്കാനാ. ഇതല്ലേ നമ്മൾ പറയുന്നത്, വിക്കറ് ചെല്ലുന്നതായിരിക്കും വേണ്ടിയിട്ട് ഇവനിക്കൊരു കൂലി കിട്ടാനല്ലേ, എന്നിട്ട് അത് വേണ്ടേ ആ മെച്ചൊക്കെ കൊടുത്ത് അയാളെ ചോറ് ഞാൻ വഹിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഫൈന്നമായി ചൊല്ലി എന്നീ വല്ലാഹി ല ഉബ്സിറു മിൻ വറാഇ കമാ ഉബ്സിറു മിൻ ബൈനി യദയ്യ, അവിടെയാണ് മൻ മിൻ, അള്ളാഹുവിനെ തന്നെ സത്യം, എൻ്റെ പിന്നിൽ നിന്ന് ഞാൻ കാണുന്നുണ്ട്, ഞാൻ മുമ്പിലുള്ളത് കാണുന്നത് പോലെ. നമ്മൾ ഇത്തിരി വൈത്തോറും വന്നിട്ടുണ്ട്. വറവാ മുസ്ലിമൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല സല്ലല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ, ഒരു ദിവസം നമസ്കരിച്ച്. ഫലമ്മാ ഖള സ്വലാത്ത അഖ്ബല അലൈനാ ബിവജ്ഹിഹി, നമസ്കാരം വീട്ടിയതിനു ശേഷം നമ്മളെ കൊണ്ട് മുന്നിട്ട് ഫഖാല യാ അയ്യുഹന്നാസ് ഇന്നി ഇമാമുക്കും, ഞാൻ നിങ്ങൾ ഇമാമാന്ന് പഠിക്കണം. അപ്പോൾ ഇമാമിനെ മറികടന്നിട്ട് റുക്കൂ സുജൂദ് ചെയ്യാൻ പാടില്ല. അത് ബേക്കുന്ന ആരോ ചെയ്തത് അങ്ങനെ കിട്ടി. ഇന്നി ഇമാമുക്കും ഫലാ തസ്ബിഖൂനി ബിർറുകൂഇ വലാ ബിസ്സുജൂദി വലാ ബിൽ ഖിയാമി വലാ ബിൽ ഇൻസിറാഫ്, എല്ലാം ബേക്കിലാവണല്ലോ. റുക്കൂ കൊണ്ടും മുൻകടക്കാൻ പാടില്ല, സുജൂദ് കൊണ്ടും മുൻകടക്കാൻ പാടില്ല, ഖിയാമ് എണിക്കലില്ലേ അതുപോലെ പിരിഞ്ഞു പോക്ക് കൊണ്ടും. ഏതാ പിരിഞ്ഞു പോക്ക്? ബി തസ്ലീമി ആഖിറ സലാത്ത്, നമസ്കാരത്തിൻ്റെ അവസാനത്തിൽ സലാം എന്നല്ലാണ്, മറ്റേ പിരിഞ്ഞു പോക്കല്ല സലാം വീട്ടൽ. അവിൽ മുറാദു അൽ ഖുറൂജ് മിനൽ മസ്ജിദ് ബഅദ സലാം, സലാമിന് ശേഷം പള്ളിയിൽ പോകുന്നതും പുറത്തിറങ്ങുന്നതും ആ കൂട്ടത്തിൽ കൂട്ടാം. എന്തുകൊണ്ട്? തങ്ങൾക്ക് എന്തെങ്കിലും വയലു പറയാനുണ്ടാവും. പല അടിരിക്കുമെന്ന് പറയാനാക്കണ്ടല്ല, അത് പ്രതീക്ഷിച്ച് അല്പിരിക്കുക, അതും പെടുത്താന്നാവും. ലിസ്റ്റിമാളി തദ്കീർ അവി തംബീഹൽ അംറിൻ യുഹിമ്മുഹും, അത് ഓടുന്നുണ്ടല്ലോ, എനിക്ക് സ്പീഡ് കൂടിപ്പോയി. നമ്മ വല്ലദീ നഫ്സു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി ലൗ റഅയ്തും മാ റഅയ്തു, ഞാൻ കാണുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ ലളഹിഖ്തും ഖലീല, നിങ്ങൾ കുറച്ചേ ചിരിക്കുള്ളൂ, വലബഖൈതും കസീറ, ധാരാളമായി കരയുകയും ചെയ്യുമായിരുന്നു. ഖാലു, അസ്ഹാബിമാർ പറയുന്നു റളിയല്ലാഹു അൻഹും, വമാ റഅയ്ത യാ റസൂലല്ലാഹ്, തങ്ങൾ എന്താ കാണുന്നത്? മാ റഅയ്തു എന്ന സംഗതി ഇതില്ല. ഹദീസ് നോക്ക്, ലൗ റഅയ്തും മാ റഅയ്തു, ഐ മാ റഅയ്തു എന്താന്ന്, അത് അസ്ഹാബിമാർ ചോദിക്കുന്നു. ആ മുബഹമായ ഒരാളെ
അപ്പോൾ ഇബ്ഹാമിനെ തീർത്ത് എന്താ മമാറായ റസൂൽ ഖാൽ അൽ ജന്നത്ത വന്നാർ, സ്വർഗവും കാണുന്നുണ്ട് നരകവും കാണുന്നുണ്ട്. അപ്പം എല്ലാ ആവശ്യങ്ങൾക്കുള്ള തെളിവായി. ഇനി സംആണ് പറയുന്നത് ഇൻഷാഅല്ലാഹ് വെക്കുക, കുറച്ച് എറിപ്പുണ്ടാകും. اللهم توفنا مسلمين والحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك وطاعتك. اللهم يا مسرف القلوب سرف قلوبنا إلى طاعتك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. بجاه حبيبك الأعظم سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين. അതുകൊണ്ടാണ് ദ്വാരക്ക് എത്ര പേര് എഴുതിനി? 2 3 7 14 പേരല്ലോ.